الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, പരിശുദ്ധ റമദാനിലെ മൂന്നാമത്തെ നാളിലാണ് നമ്മളുള്ളത്. ബതുക്കും ബദനിസും മത്തുദാരികൾ ഞങ്ങളുടെ ജീവിതത്തെ ചേഞ്ചാക്കലത്തെ ധാരാളം വിഷയങ്ങളും അക്കൂട്ടത്തിൽപ്പെട്ട 10 വിഷയങ്ങൾ വിശദീകരിക്കുവാണ് ഉദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഫലിഹുദാഹു മുഖ്തദി അഥവാ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരെ ജീവിതവും അത് പഠിക്കണമെന്നുള്ള വിഷയത്തിലാണ് 30 നാൾ ചെന്നിട്ടുണ്ട്. അതും എന്തെങ്കിലും കേട്ടെങ്കിൽ ഞങ്ങൾ ബദലാവുകയാണ്. ಅದಕ್ಕೆ ಒಂದೊಂದು ವರ್ಷ ಮಹಬ್ಬತ್ತುള്ള അള്ളാഹുടെ മഹബത്തിനെ പറ്റിയാണ് ചെന്നത്. അതും ഞങ്ങൾ ചേഞ്ച് ആവുകയാണ്. പരിശുദ്ധ റമദാൻ ചൊന്നെങ്കിൽ ബദലാവണയുള്ള തിങ്കളാണ്. ഷഹ്റു തൗബത്തി വൽ ഇബാദ, തൗബത്തെയും ഇബാദത്തെയും തിങ്കളാണ്. അപ്പോൾ ഇവിടെ ചെന്ന വിഷയം 10ൽ ഒന്നാമത്തത് അൽ മുഷാറത്ത ഞാൻ ನೆನಪಾക്കിയിട്ട് മുഷാറത്ത ചെന്നെങ്കിൽ ഫജറിൽ പിന്നെ അവനൊട്ടിയുമേ അവൻ മുണ്ടിയുള്ളൂ പ്രതിജ്ഞ ആക്കടെ ഷർത്താക്കടെ ആരാരൊട്ടിക കൊണ്ടല്ല പല ആൾമാർക്കും നിയമങ്ങൾ വെക്കൂ സുലഭമാണ്. അതേ സമയത്ത് ഇവിടെ എന്തിനാക്കിക്കൊണ്ടുള്ള നക്കേ ഞാൻ നിയമം വെച്ചുകൊണ്ടുള്ളൂ. അത് തന്നെ ടഫുള്ള വിഷയം. പലപ്പോഴും ഞാൻ അത് വെക്കില്ല. നിയമങ്ങൾ ഉണ്ടാക്കൂ, ബൈലോ ഉണ്ടാക്കൂ, എന്തോ ആകുമോ ഞാൻ റെഡിയില്ല. നല്ല സമാക്കൂ പലപ്പോഴും ഞാൻ റെഡിയിക്കില്ല. അതാണ് ഇവിടെ ചെന്നോക്കുന്നത് അൽ മുഷാറത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാട്ടിയതും അതാണ്, സ്വഹാബത്തിന്റെ വധുക്കും അതാണ്. നല്ലൊട്ടിയുമേ ഞാൻ പ്രതിജ്ഞയാക്കടെ ഷർത്താക്കടെ ഈ കാര്യം ഞാൻ ആക്കല്ലേ, അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ ആക്കടെ. ഒന്നാമത്തത് മുഷാറത്ത, അതിൽ പിന്നെ മുറാഖബ, മുഹാസബ, മുആഖബ, നിയ്യത്ത് നന്നാക്കടെ. അതുപോലെ ഉണ്ടാണ്ട് വെക്കടെ, ഇസ്ലാഹുൽ ലിസാൻ നാവ് നന്നാക്കടെ, മഅരിഫത്തുൻ നഫ്സി വ മഅരിഫത്തുല്ലാഹ്, അൽ ഇബാദത്തു, ദിക്റുല്ലാഹി, അൽ ഖുദ്വത്തു, ഇങ്ങനെ തുടങ്ങി 10 വിഷയങ്ങൾ വ്യത്യസ്തമായ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം. അത് വിശാലമായി ചൊല്ലുള്ളതാണ്. ഇപ്പൊ ഞാൻ ചെന്നത് അൽ മുഷാറത്ത, ഞങ്ങളെ വർഗ്യമേ ഞങ്ങൾ ശബ്ദാക്കിയുള്ളൂ. അതിൽ പ്രധാനമായ ഒന്നാണ് എൻ്റെ സ്വഭാവത്തെ നാം നന്നാക്കണേ. അതും ഞാൻ ചേഞ്ച് ആവുകൂ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളാവുള്ള ഏറ്റവും വലിയ ഒരു അമലാണ്. എൻ്റെ സ്വഭാവത്തെ നാം നന്നാക്കണേ ചൊല്ലുന്ന പ്രതിജ്ഞ ഓരോ മോമിനും ആക്കണോണ്ടാണ്. ഇന്നലെ ഞങ്ങൾ പ്രതിജ്ഞ ആക്കിയിട്ടിന്ന എൻ്റെ ബതുക്കുള്ള ദീപത്തേ ചൊല്ലുള്ളേ. അത് പിന്നെ കേൾക്കില്ല, നീ ചൊല്ലുരേ. അത് അവനവൻ ആലോചനാക്കിയുണ്ടെങ്കിൽ മോദിക്ക് വരുമ്പ മുഹാസബാൻ ചൊന്നിട്ടൊന്ന് പിന്നെ പറഞ്ഞു ഹിസാബെടുത്ത് കൊണ്ടു വെറും പ്രതിജ്ഞാക്കിയും മയ്യാവനെ വിചാരണ ആക്കിയണോ. ആറ് വിചാരണ ആക്കണേ? 26 വിളിച്ച വന്നിട്ട് ഓൻ്റെ എതിർന്ന് തെപ്പാട്ടി വിചാരണ ആക്കണല്ല, അവനെ വിചാരണ ആക്കിയുള്ളത്. ഇതാണ് ബദലാവണയുള്ള ഏറ്റവും വലിയ മാർഗം. അപ്പൊ അവനെ തീരുമാനമാക്കുക. മോദിക്ക് വറങ്ങടാട്ടി വന്നോളൂ. സുബൈക്ക് പ്രതിജ്ഞ ആക്കിരെ നോക്കുമ്പോ ഇന്നലെ താട്ടി 6000 കൊറോടി 1000 വർക്കമേനിപ്പാട്ടൊക്കെ ഉണ്ട്. മുഷാറത്ത ഇന്നെങ്കിൽ മുഹാസബ ഇക്കടെ, മുഹാസബ ഇന്നെങ്കിൽ മുആഖബ ശിക്ഷ ഇക്കടെ. അതിക്കട്ട് ഷർത്താക്കണോ, നിബന്ധനാക്കണോ? ഏറ്റവും വലിയ ഷർത്ത് ഞാൻ ചെന്ന ഹുസ്നുൽ ഖുലുഖ്, എൻ്റെ സ്വഭാവത്തെ ഞാൻ നന്നാക്കണേ. ഒന്നാമത്തെ നാളിൽ ഞങ്ങൾ ചെന്നിട്ടിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ മദ്ഹ് ഖുർആനിലുള്ളത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നിങ്ങൾ വലിയ സ്വഭാവത്തിലുള്ള നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരു സൃഷ്ടിയിലുള്ള ഏറ്റവും വലിയ മദ്ഹ്. അവിടെ എത്തുകയില്ലെങ്കിലും അത് പഠിച്ചിട്ട് അല്പമെങ്കിലും നമുക്ക് സുതാര്യവും സമാവവും സാധ്യമാവും. നല്ല ഖുലുഖ് മുഅ്മിനായ ആൾമാർക്ക് വേണം. മീസാന്റെ തട്ടിൽ ഭാരമുള്ള സൽക്കർമ്മം ഏതാണെന്ന് കേട്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തർക്ക് വേറെ വേറെ മറുപടികളിലേക്കും. തന്റെ ജീവിതത്തിൽ 35 വർഷമായിട്ടുണ്ടായെങ്കിൽ 20 വർഷമായിട്ട് തറാവീ നിസ്കരിക്കുക തുടങ്ങിയിട്ട് അതേ ആയിട്ട് ഇന്നത്തെ സാധനം, അല്ലെങ്കിൽ നോമ്പായിട്ട് ഇന്നത്തെ സാമാൻ. മീസാന്റെ തട്ടിൽ ഭാരമുള്ള സൽക്കർമ്മം ഏത്? എന്റെ വകുപ്പിൽ ഒരു ജുമുഅയും കൊണ്ടിട്ടില്ലേ, അതായിട്ട് ഭാരമുള്ളത് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖ്തലു ശൈഇൻ ഫിൽ മീസാൻ, മീസാന്റെ തട്ടിൽ ഭയങ്കര തിന്നുള്ള ഏതെന്ന് കേട്ടെങ്കിൽ ഹുസ്നുൽ ഖുലുഖ്,
നല്ല സ്വഭാവം. അതെന്തിക്ക് ചൊന്തു? അത് പലപ്പോഴും നമുക്ക് ആക്കുവാറുണ്ട്. ജുമാ നിസ്കരിക്കണക്ക്, ജമാഅത്ത് കൂടറിക്കണക്ക്, നോമ്പെടുക്കണക്ക്, തറാവീഹ് നിസ്കരിക്കണക്ക്, തഹജ്ജുദ് നിസ്കരിക്കണക്ക്, റമദാനിൽ വേണമെങ്കിൽ 30 നാളിലും തസ്ബീഹ് നിസ്കരിക്കണക്ക്, ഇതാക്കുവാറില്ല. അത് വലിയ നഷ്ടമാണ്. 30 നാൾ തറാവീഹെല്ലാം നിസ്കരിച്ചിട്ട് പുറത്ത് പോകുമ്പോ ഞാൻ പോണ്ട പോക്കിൽ അപ്പുറത്തെ ഒരാൾ ഓടിയ വന്നിട്ട് വിചാരിക്കും, സങ്കല്പം ഫാസ്റ്റ് വന്നിട്ട് നക്ക് താണ്ടിട്ട് വിചാരിക്കാം. അപ്പ എന്റെ 30 നാളത്തെ തസ്ബീഹ് നിസ്കാരവും തറാവീഹ് നിസ്കാരവും ഖുർആനെല്ലാം അവിടെ ബാത്തിലാവും. അപ്പൊ ഞാൻ കണ്ണുപൊട്ടിയില്ല കേൾക്കുന്നത്. കണ്ണ് കണ്ടില്ലേ, ഞാൻ കേട്ടിടമേ. അത് മസ്റ്റ് കേട്ടേ തീരൂ. കേട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനാവുള്ളേ. അപ്പൊ എന്തരത് ഇതെല്ലാം ആക്കോ തീർന്നക്ക് ഈ നല്ല സ്വഭാവം ഇതെല്ലാം താണ്ടിയിലെത്തരെ. ഉറവൊക്കെ പോയപ്പോ ഭയങ്കര കലാട്ടെ, എന്ത് കലാട്ടെ? അത് ഇയാളിങ്ങനെ നടന്നു പോകുമ്പോ അറിയാണ്ട് അയാളെ ചെറുപ്പത്തിൽ താണ്ടിപ്പോയി അപ്പുറത്തവണ പോകും. അതിന്റെ പേരിൽ എത്ര ഗണ്ട കലാട്ടെ. റോഡ് സൈഡിൽ പോകുമ്പോ വാഹനത്തങ്ങളെ നടുവിൽ ഭയങ്കര തർക്ക കലാട്ട. എന്തേ കേൾക്കുമ്പോ ഓണൊരു ഹോർൺ അടിച്ചോളാം. ഹോർൺ അടിച്ചിട്ടാകുമ്പോ അതുക്ക് വേനായിട്ട് കലാട്ടെ. എതിർന്ന് കലാട്ടാക്കണമെങ്കിൽ താളോ അയാൾ വള്ളിയിൽ ഭയങ്കര നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ട് ഖുർആനെല്ലാം ഓതിട്ടാ വന്നേ. ഇതാക്കുക അതുകൊണ്ടാണ് മീസാന്റെ തട്ടിൽ ഏറ്റവും ദിനമുള്ള സൽക്കർമ്മമായി അത് മാറിയ നല്ല സ്വഭാവം. എല്ലാ ഇബാദത്തും എടുക്കണമെങ്കിൽ എന്താ ആളുകൾ തെല്ല് പുഞ്ചിരിക്കുക. അയാൾ എപ്പോഴും വർഷത്തിലേക്ക് ചിരിക്കുക ആവാട്ടെന്തോ ഇല്ല. പടച്ചോൻ ആരെയും ചിരിക്കുക ആവാത്ത പോലെ പഠിച്ചിട്ടില്ല. അവൻ ആക്കിയുള്ളേ, അവനുകെ അവൻ ടൈറ്റാക്കിയുള്ളേ. അവനുകെ അവൻ ടൈറ്റാക്കിയെങ്കിൽ വതുക്കുൽ എപ്പം ടൈറ്റാണ്, ഒരിക്കൽ ലൂസാവുണ്ടാവും. ഗൾഫിലെല്ലാം പോയെങ്കിൽ ചിലപ്പോ ചെല്ലാറില്ല. 1ാമത്തെ വർഷം പോയെങ്കിൽ ചിലർമാർ എല്ലാവരും ഭയങ്കര ടൈറ്റ് ഉസ്താദന, ഭയങ്കര ടൈറ്റ് ആവട്ടെ. അടുത്ത വർഷം വരുമ്പോൾ ലൂസ് ആവട്ടെ. അങ്ങനെ അടുത്ത വർഷം നിങ്ങൾ പോയാൽ പേരുക. അപ്പം ഇതേ പാട്ട് ഭയങ്കര ടൈറ്റ്. 25 വർഷം കഴിഞ്ഞിട്ട് പോയെങ്കിൽ ഓൺ അതിനെ പാടിയോണ്ടിരിക്കേ ടൈറ്റ് ടൈറ്റ്. ഓന്റെ ടൈറ്റ് ലൂസ് ആവുകയില്ല. അള്ളാഹു ടൈറ്റേ ആക്കടാ. நீங்க எப்ப சுலபாக்கடாரா அப்ப அல்லாஹ் சுலபாக்கடா. நீங்க எப்ப டைட் ஆக்கடாரா அல்லாஹ் அப்ப டைட் ஆக்கடா. انا عند حسن ظني നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുദ്സിയായ ഹദീസ്. നന്റെ റബ്ബുടെ വക്യ നന്റെ വക്യ അന عند ظني عبدي بي. നന്റെ വക്യ നന്റെ അടിമ എന്ത്ര വിചാരിക്കലാണ് അവിടെ നാനുള്ള എന്റെ റബ്ബു നമുക്ക് ചെന്ന് ആക്കി തരൂ. അവൾ വലിയ റഹ്മത്തുള്ള ആളല്ലേ. ഇങ്ങനെ വിചാരിക്കുമ്പോ ടൈറ്റ് ആവില്ല, ലൂസ് ആവുള്ളൂ. അതേ സമയത്ത് എപ്പോ നോക്കിയപ്പോ ഇതിനെ പാടിയോണ്ടിരിക്കുന്നവണോ ടൈറ്റ് അല്ലാണ്ട് ലൂസ് ആവുകയില്ല. നല്ല സ്വഭാവങ്ങൾ വേണമെന്നാണ് ഹുസ്നുൽ ഖുലുഖ്. അത് നന്റെ ഒരു ഏറ്റവും വലിയ പ്രതിജ്ഞയാണ്. നല്ല സ്വഭാവം ഞാൻ കാട്ടില്ല, ചിരിക്കില്ല. ചിരിക്കാത്ത രൂപത്തിൽ ആരെയും പഠിച്ചിട്ടില്ല. മനുഷ്യരുള്ള ഏറ്റവും വലിയ ഗുണമാണ് അവർക്ക് ചിരിക്കണമോടും ഉൾപ്പെടുകയാവുന്നു. അങ്ങനത്തെ വേറെ ജീവിതമില്ല. ഒന്റെ ഉൾപ്പെടുകൂ ചിരിക്കുകയോടെ കൊന്നില്ല, ചിരിക്കില്ല. ചിരിക്കവും ഉൾപ്പെടുകയും ആവുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷേ ഓനെപ്പോ ഉൾപ്പെട്ടുകൊണ്ടേയില്ലേ, ചിരിക്കില്ല. അപ്പൊ നിന്റെ വകുപ്പുകൾ മൊത്തം ഉൾപ്പേ ചിരി വർണ്ണുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഒന്ന് പുഞ്ചിരിച്ചെങ്കിൽ അതൊക്കെ സദഖത്തെ കൂലി കിട്ടുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നാളെ മോമിനീങ്ങൾ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചെങ്കിൽ സദഖത്തെ കൂലി ധർമ്മത്തിൽ കിട്ടിത്തരെ. ഞങ്ങളെ കണ്ട് റമദാനിൽ പൈസ കൊടുക്കാൻ സാധ്യയില്ല. കുറെ ആൾമാർ പൈസ കൊടുക്കാറ്, സദഖ കൊടുക്കാറ്. ഞാൻ കൊടുത്തെങ്കിൽ 10 രൂപ കൊടുക്കൂടെ, ചെറിയ പൈസ, ചെമ്മ പൈസ. അപ്പൊ 10 രൂപ 10 ലാഖിന്റെ ലാഭം ഒക്കെ എടുക്കല്ലേ. 4 മോമിനീങ്ങളെ കാണുമ്പോ ഒരു പുഞ്ചിരിച്ചെങ്കിൽ എത്ര കൊശിയാണ്. കുറെ ആൾമാർ തറാവീഹ് കൊണ്ടാറ്. അപ്പൊ അതിൽ വേഗം വന്നിട്ട് അവിടെ നിന്നിട്ട് 4 മോമിനീങ്ങൾ വരുമ്പോ അയാളെ മുഖം നോക്കി പുഞ്ചിരിച്ചെങ്കിൽ അത് വലിയ സ്വതന്ത്രയാണ്. ഇശാഖത്തിൽ വേഗം അല്ലാതെ ഇവിടെ എടുക്കുമ്പോ തിൽ വേഗം വന്നപ്പോ കേൾക്കട് എന്റെ തിൽ വേഗം വന്ന് നിൽക്കടേ. അതെന്തേലും ചൊന്നെങ്കിൽ മോമിനീങ്ങ പള്ളി ഇങ്ങനെ കൊണ്ടാറ്. അപ്പൊ ഒന്ന് വെറുതെ ഇങ്ങനെ ചിരിച്ചു കൊടുക്കടേ. അത് കള്ളച്ചിരിയാവുക തീരാ, പുഞ്ചിരിയാവും. നല്ല ചിരി, നല്ല മനസ്സിൽ ഈ കൂലി കിട്ടോണ്ടുള്ള ആശയം പുഞ്ചിരിച്ചോണ്ടുള്ളേ. എത്ര സുലാഭത്തിൽ എടുക്കുകയോളൂ അഞ്ചൊന്നുമില്ലേ. കുറെ ആൾമാർക്ക് ബേജാറ്. നോമ്പുകൾ ഒരു തിങ്കൾ ഒമ്പരത്തിൽ പോയിട്ട് നിൽക്കാറ്. യാ റബ്ബി നക്ക് പോയ കയണ്ടേയില്ലേ, അയാൾ പോയോണ്ടുണ്ട് എല്ലാ വർഷവും. നക്ക് പോണതല്ലേ, നീ പോകണ്ട. നിന്റെ റായത്തിൽ തെച്ചിട്ട് ഔത്തോൾ തെച്ചിട്ട് എല്ലാ നാളിലും ഒമ്പ്രാക്കുകയോടും ഹജ്ജാക്കുകയോടും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിക്ക് സുബഹി നിസ്കരിച്ചിട്ട് അങ്ങനെ ദിക്ർ ചൊന്നിട്ടു എന്നോട് സദസ്സിൽ തെച്ചിട്ട് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആയാൽ പിന്നെ മുന്നൂറ് നിസ്കരിക്കുന്ന ആൾമാരെ കണ്ട് നിസ്കരിക്കോ തീരാ. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആയാൽ പിന്നെ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചെങ്കിൽ ഹജ്ജ് ഒമ്പ്രത്തെ പ്രതിഫലം കിട്ടുക. സ്വഹീഹായ ഹദീസാണ്.
അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു താമ്മത്തിൻ താമ്മത്തിൻ താമ്മ മൂന്നോട്ട ചൊല്ലു പൂർത്തിയായ ഹജ്ജ് ഉംറത്ത് പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ ഹജ്ജാക്കണുണ്ടായെങ്കിൽ ഉംറാക്കണുണ്ടായെങ്കിൽ കഅബത്തിലേ പോകണ്ട, ഉടമേ തെച്ചാക്കോളൂ. പക്ഷേ നക്കതാവില്ലേ, നക്കവിടെയേ പോകണോളൂ. അതിന് പേരിൽ നിനക്ക് വലിയ ബേജാറ്. എല്ലാവരും പോയോണ്ടുള്ളാറ് നക്ക പോകുന്നതായോണ്ടില്ല. എനിക്ക് മുസീബത്തിന് ചൊല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണക്കാർക്ക് മാത്രം ഉള്ളെങ്കിൽ നേതാവല്ല, എല്ലാവർക്കും ഉള്ളെങ്കിൽ നേതാവ്. കൂടുതൽ സ്നേഹിച്ച പാവത്തങ്ങളുടെ ഭയങ്കര ബിസാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും പരിഹാരം ചൊല്ലത്. അപ്പൊ നാലാൾ വരുമ്പോ പുഞ്ചിരിച്ചിട്ട് പെഞ്ഞായിട്ട് മുഖം നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് പ്രായത്തെ എല്ലാ ആൾമാരൊക്കെ ചിരിക്കണോ ഔത്തുക വേണ്ടി ചേഞ്ച് ആയിട്ട് അവിടെ പുഞ്ചിരിയില്ല, അവിടെ വലിയ ഗംഭീരമായിട്ട് ഇങ്ങനെ നിൽക്കടാ. ഇതെന്ത് മോമിനാണ് കൊണ്ട് വലിയ മോമിനുണ്ട് ചൊല്ലുക. അവിടെ അല്ലേ ചിരിക്കണായി ബിർസവനായത് അവിടെയല്ലേ എല്ലാവരുടെയും ചിരിക്കണോ ഔത്തു ചിരിക്കുക. അവിടെ ഔത്തു പോയിട്ടാകുമ്പോ അവൻ ചൊല്ലെ നാടവിടെ ഗംഭീരമായ രൂപത്തിലുള്ള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ കാലത്ത് ഒന്നും നിങ്ങൾ കേട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ മഹാൻ ഒരാളെ ഗവർണറാണ്. അങ്ങനെ ഗവർണർ ആക്കിയപ്പോ അയാള് ഉമർ റളിയല്ലാഹു അൻഹുവിടെ മുട്ടമിട്ടു. ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കട് നിങ്ങ ഔത്തിലല്ലേ അങ്ങനെ ഉള്ള ആള്. അപ്പ ഔത്തു ഞാൻ പോയെങ്കിൽ പെഞ്ഞായ മക്കൾ പേടിച്ചിട്ട് പിരി വന്ന പോലെ പേടിച്ച് ഓടുന്നത്. ഇയാൾ വിചാരിച്ചില്ലേ ഇപ്പൊ ശരിയൊരു രാജ്യത്തെ ഗവർണറല്ലേ, രാഷ്ട്രപതിയാക്കൊണ്ട് വിചാരിച്ചിട്ടാ നമുക്ക് ഭയങ്കര സ്ട്രോങ് ഇടാനല്ലേ അധ്യക്ഷനായി. അങ്ങനെ നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്തരാക്കി വന്നോളാം ക്യാൻസലാക്കി മിക്കുള്ള ഗവർണർ സ്ഥാനത്തെയും പിരിച്ചു വിട്ടേ. നീ ഹിന്ദുല്ലേ ഇപ്പൊ സാമാന്യാണ് എന്തേ സ്വന്തം ഔത്തിനെ നിയന്ത്രിക്കുകയാവാത്ത ആള്, സ്വന്തം ഔത്തിൽ പോയിട്ട് ചിരിക്കുകയാവാത്ത ആള് റായത്തങ്ങനെ നിയന്ത്രിക്കണേ. അതുകൊണ്ട് നിനക്ക് സ്ഥാനമേ ഇല്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് നല്ല ഖുലുഖും തബസ്സും. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ചെന്നൊരു സംഭവം കണ്ടോ. യൂറോപ്പിൽ ഒരാൾ മുസ്ലിം ആയിട്ടോളൂ. എന്റെ മുസ്ലിം ആയിരിക്കട്ടെങ്കിൽ അവിടെ പള്ളിയിലെ ഇമാം സുബഹി നിസ്കരിച്ച് പുറത്ത് വന്നിങ്ങനെ നിൽക്കുന്നു. നോക്കുമ്പോ അവിടെ കുറെ റോഡിൽ വലിയ വലിയ ബുദ്ധിമാന്മാർ പോണ്ടാണ്. യൂറോപ്പിലെ എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, വലിയ ആൾമാർ ഇങ്ങനെ സുബഹിക്ക് എനിക്ക് അങ്ങനെ സ്വന്തം കൊണ്ടു. അപ്പൊ ഈ ഇമാമോട് സ്വതന്ത്രത്തിൽ വന്നെങ്കിൽ ഞങ്ങളുടെ മുഖം തമ്മിൽ ചിരിക്കണ മാത്രമാണ്. അപ്പൊ ഇങ്ങനെ ആവർത്തിച്ചത് കണ്ടപ്പോ ഒരു നാൾ ഒരാൾക്ക് വന്നിട്ട് കുത്തു വന്നെങ്കിൽ ചിരിക്കണ ഇങ്ങനെ പുഞ്ചിരിക്കണ എന്താ ഞങ്ങൾ നോക്കിയിട്ട് കാരണം ജാതിയല്ല വേറെ അല്ലേ, ജാതി വേറെ ചിരിക്കും തീരുന്നുണ്ടോ ചിരിക്കൽ. അപ്പൊ അയാൾ ചെന്നത് എന്തെങ്കിലും കേൾക്കണ്ട. 1400 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ നേതാവ് ചെന്നത് ചെന്നത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചോണ്ടുള്ളത്. അയാൾ ഇസ്ലാം പവിത്ര ഇസ്ലാം കടന്നു വന്നു. അപ്പൊ ഒരു പുഞ്ചിരി കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ എത്തോണ്ടാവുള്ളൂ. അത് ഞങ്ങളെ കൊണ്ടാവുടാൻ ടെസ്റ്റ് ആക്കുള്ള ഒരു ക്ലാസ്സാണ്, ടെസ്റ്റ് ആക്കുള്ള സദസ്സാണ്. നക്കാവുട അയക്കേ ഞാൻ ചൊന്നെ നക്ക് എക്സാം ആക്കണ ആരെന്ന് കേട്ടെങ്കിൽ നാണ് വേറെ ആളാക്കോയി. നന്റെ നിക്കരാറ് നന്റെ മഹാസഭാക്കളാറ് എല്ലാം നാണ്. അപ്പൊ ഒത്താവുള്ളൂ എങ്ങനെ എന്തിനെല്ലാം എല്ലാം അന്തജാവും. മുഷാറത്താത്തുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നക്കേ നാണ് ഷർത്താക്കിയോണ്ട് നക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ, നല്ല സ്വഭാവം ഉണ്ടാവണോ ചൊല്ലൊരു പ്രതിജ്ഞ നക്കുണ്ടാവണോ. അതില്ലാണ്ട് ബാക്കി എന്തും ഇന്നിട്ട് കാര്യമില്ല. അതേ സമയത്ത് ഇതുണ്ടായിട്ടുണ്ടായെങ്കിൽ ബാക്കി ഇല്ലെങ്കിലും തൊണ്ടരയില്ലേ. വലിയ സ്വഭാവത്തമുള്ള നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നല്ല കൊടുക്കുണ്ടാവും. ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് ഒരാൾ വന്നിട്ട് ഞാൻ ചെന്നരെ നിരാശാവുകയും ചെയ്യലാണ്. നിരാശാക്കലല്ലേ ഇത് കൽക്കടെ ഇഞ്ചിക്കൽക്കടെ സാറാ. ഞാൻ ഇന്നലെ ചെന്നേ നക്ക് വേണമെങ്കിൽ ഇവിടെ ഫളായിലുൽ അഅ്മാലിന്റെ കിതാബ് എത്രമോ ഉണ്ട് എൻ്റെ ഒട്ടിയെ PDF ഉണ്ട്. അതെല്ലാം എടുത്ത് വന്നിട്ട് ചെല്ലാം. ഇതാ നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്നെങ്കിൽ സ്വർഗത്തിൽ പോണ്ടേ, അൽഹംദുലില്ലാഹ് എന്നെങ്കിൽ ഉണ്ട്. മീസാൻ ഒരാളോട് അൽഹംദുലില്ലാഹ് ചെന്നെങ്കിൽ മീസാന്റെ മേൽ നടക്കുള്ളൂ. ഇത് കേട്ട് വിചാരിച്ച മീസാൻ നിറഞ്ഞമേ അൽഹംദുലില്ലാഹ് നിറയണമെങ്കിൽ വേറെ കുറെ പണിയുണ്ടോ. നാളെ ഒന്ന് മാത്രം എടുത്തെങ്കാവാം, ഒരു ഭാഗം മാത്രം എടുക്കണേ, പിന്നൊരു ഭാഗം എടുക്കല്ലേ. അത് കൊത്തലിಗೆ ചവിട്ടിയ പോലെ ആവുള്ളൂ. ഇഞ്ഞ ചവിട്ടുമ്പോ അഞ്ഞ കൊണ്ടുവരും, അഞ്ഞ ചവിട്ടുമ്പോ ഇഞ്ഞ കൊണ്ടുവരും. ഇത് നേരാവിടെയില്ലേ. വേണമെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാം. നമുക്ക് എല്ലാ ഫളായിലുള്ള അഅ്മാൽ ചെല്ലാം. കുറെ സുന്നത്ത് ജമാഅത്ത് വിരോധി ഞങ്ങളുടെ സ്ഥലത്തിൽ ചെന്നെങ്കിൽ ഫളായിലുള്ള അഅ്മാൽ വെച്ചിട്ട് ഒരേ വൃത്തിയുണ്ട്. വേറെ എന്തില്ല. നിന്റെ കല്ല് കൽഗുണുണ്ടാ, നിന്റെ വിശ്വാസ സമാക്കമുണ്ടാ, അങ്ങനത്തെ വിഷയം തങ്ങിയില്ല. അപ്പൊ അതൊന്നും സമല്ല. അങ്ങനെ ഉണ്ടാ, അങ്ങനെ എല്ലാം ഉണ്ട്. അത് കിട്ടണുണ്ടായെങ്കിൽ ഒരു അർഹത, ഒരു ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് നിനക്ക് കിട്ടണോ. അപ്പൊ അയാൾ വന്ന് ചേർത്ത് ഇങ്ങനെ ഉണ്ടായെങ്കിൽ ഭയങ്കര കഷ്ടല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് അയാൾ ബേജാറ് കൊണ്ട് അയാൾ കണ്ണ് തല്ലി വന്നോണ്ടാ ചെല്ലുമ്പോ ഈമാനുള്ള ആള് കണ്ണ് തല്ലി വന്നിട്ട് ആക്ഷേപിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ അയാൾ ചെല്ല് ഇങ്ങനെ സാധ്യമാണ്, ഭയങ്കര കഷ്ടല്ലേ, എന്താക്കും. ഞാൻ ചെന്ന് ഇങ്ങനെ സാധ്യമായെങ്കിൽ ഒരു ജനത്തെ ഉണ്ടല്ലോ ഇവിടെ, ഞങ്ങൾക്കല്ലേ സാധ്യമാവത്തെ. ഞങ്ങളെ
കൊണ്ട് സാധ്യയില്ല. നിസ്കരിച്ചിട്ട് 40 മീറ്റർ നടക്കലാട്ടി വന്നോലേ ഞങ്ങളെ കൊണ്ടെടുത്തവണ്ട ആര് അവനും നിസ്കരിച്ചിട്ട് പോയവനെ അവനും സുഖാക്കട ഉണ്ടോ ദൂരവും സുഖാക്കട എല്ലാം അവനവിടെ ബാത്തിലാക്കി പോയിട്ട് ആരാരൊക്കെ എണ്ണടേ. അപ്പൊ അത് സാധ്യമായ ഒരു ജനത്തുണ്ടോ? അതാണ് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഇന്നാല് വൈകാനോ മിൻ ഖബലു ലഫീ വലാലിൻ മുബീൻ ഖുർആൻ ചൊന്നെ അങ്ങ് ദാരി തപ്പിട്ടിന്നാറുണ്ടല്ല, അങ്ങ് സ്പഷ്ടമായ ദാരികേട്ടിൽ ഇന്നാറ് അങ്ങനെ സമാക്കും ലോകത്തൊരാളും സാധ്യയില്ലാണ്ട് ആൾമാർ വിധിയെത്തിന്നാറ്. അങ്ങനത്തെ ജനാംഗത്തെ 23 വർഷം കൊണ്ട് ചേഞ്ച് ആക്കിത്തല്ലേ. ഇത് കണ്ട നെഹ്റു അടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ ആൾമാർ ചെന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബതുക്കുൾ 90,000 1 ലക്ഷത്തെ മൊട്ട മോജിസത്ത് നടന്നിരെങ്കിലും ബെന്നിടെ ഇടയിൽ തണ്ണി കൊടുത്തിട്ടു 1,500 ആൾമാർക്ക് വേണമെങ്കിൽ 1 ലക്ഷം ആൾമാർക്ക് അത് കുടിക്കുന്നത് ഇങ്ങനത്തെ ഒരു നേതാവിടെ ലോകത്താകാൻ കാണുമ്പോൾ സാധ്യമാണ്. അങ്ങനത്തെ നേതാവിന് ഇത്തരം മോജിസത്ത് ഉണ്ടെങ്കിലും നന്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ മോജിസത്ത് എന്തിനാ ഒന്നുണ്ട ഒരാൾ കൊണ്ട് ഇട്ടതാവുന്ന ചെന്ന ജനാംഗത്തെ 23 വർഷം കൊണ്ട് തിരിയിട്ടല്ലേ. ഇത് മോജിസത്തുൽ മോജിസ അങ്ങനെ ഖുർആനും മോജിസത്തല്ല ഞങ്ങളുടെ ദൃഷ്ടിയിൽ. അങ്ങനെ ഇതാണ് ഏറ്റവും വലിയ മോജിസ. അങ്ങനെ സമാക്കിത്തല്ലേ. അപ്പൊ സമായക്കത്തൊരു ജനാംഗവിടെ ഉണ്ടു. അങ്ങനെ കൽബിനെ അള്ളാഹു തഖ്വത്ത് സെലക്ട് ആക്കിയ അങ്ങനെ ഭയങ്കര അടിപിടിയിലേക്ക് എത്തിയ ആൾമാരാണ്. ചെന്നെങ്കിൽ മദീനത്തിൽ വർഷഘട്ടല കലാട്ടാക്കിയ ആൾമാർ. എന്തി കലാട്ടാക്കിയ ഞാൻ ചെന്നില്ലേ ചെറുപ്പത്തിൽ നാട്ടിൽ കലാട്ടാക്കിയ പോലെ ഒരാളെ ഉണ്ട് പിന്നൊരാളെ ജാഗയിൽ പോയി അതിന് 2 വർഷങ്ങളോളം യുദ്ധം നടത്തിയ ആൾമാർ ഔസ് ഖസ്റജ്. അങ്ങനെ എന്താക്കിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല്ലഫ ബൈന ഖുലൂബിഹിം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ സവാക്കിയപ്പോൾ എങ്ങനെ ആയാലും ഒന്നുണ്ട യുദ്ധരംഗത്തിൽ വരെ ഞങ്ങളൊരു ഹുലുക്ക് നോക്കും, ഞങ്ങളൊരു സ്വഭാവം നോക്കും. ഞങ്ങളുടെ മനസ്സ് ഭയങ്കര കണ്ട നാളെ എത്ര ഹുലുക്ക് പ്രസംഗിച്ചെങ്കിലും ചൊന്നെങ്കും കേട്ടുപോയെങ്കും ഇത്ര സുലാഭത്തിലാക്കുമല്ലേ. റമദാനിക്ക് 2 നാൾ ഒന്നൊക്കെ ഒരാൾ മെസ്സേജ് ആക്കി അതൊരു സന്ദേശം ഞാൻ ചൊല്ലേ എന്തെങ്കിലും മെസ്സേജ് ആക്കിയിട്ട് ചൊന്നെങ്കിൽ റമദാനിന്റെ 2 നാൾ ഒന്നും അയാൾ കേൾക്കടെ നാളിതാ ഒരു പക്ക വന്നര രാവിലെ അവിടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക. അവിടെ പണിയ കഷ്ടത്തിലുള്ളതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയ മസാല കേൾക്കടയാണ് 2 നാൾ ഒന്നും റമദാനിന്റെ 2 നാൾ ഒന്നും ഒരു ഫാമിലിയിലോട്ട് പോയപ്പോ ആ വലിയ കഷ്ടത്തിലുള്ള പ്രയാസത്തിലുള്ള അങ്ങ് എന്തിനു കൊടുത്തോണ്ടില്ലേ ഫിത്ർ സക്കാത്ത്. ഞാൻ ചൊന്നെ ബസ് വണ്ടാട്ടി വന്നവർ കൈകാട്ട് മതിയോ, ബസ് പോയാൽ പിന്നെ കൈകാട്ട് മതിയോ, ബസ് വന്നിട്ട് പിന്നല്ല കൈകാട്ട്. അത് മസാലയ്ക്കാട്ട് കൊടുക്കാവില്ല ആവില്ല. റമദാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണേ ഫസ്റ്റ് റെഡിയാക്കണം. അതല്ല ഞാൻ വിചാരിച്ച് അവിടെ പോയപ്പോ വരെ നല്ല മനസ്സ് നോക്കുള്ള നാണക്ക് എല്ല് നന്റെ വയ്ക്ക് കൊടുക്കുകയില്ലേ, നന്റെ കൂടെ കൊടുക്കുന്നുണ്ടല്ലേ. റമദാന്റെ ലാസ്റ്റിൽ ഫിത്ർ സക്കാത്ത് ഏതായാലും ഉച്ചോട്ടാറല്ലേ കൊടുക്കണോ ആ കട്ടായത്തെ മെല്ലെ ചിന്താക്കുക. അവിടെ നോക്കും എന്തൊരു മനസ്സിരുന്നുണ്ടത്. ഇങ്ങനത്തെ ഇക്കട്ട മനസ്സ് നക്കുണ്ടേ മസാലെന്ത് ഇക്കട്ട മനസ്സ് നക്കിണ്ടെങ്കിൽ അള്ളാഹുവിനെ എങ്ങനെ വിശാലാക്കുവോ? കുറെ ആൾമാർ വിചാരിച്ച അങ്ങനെയാണ്. ഫിത്ർ സക്കാത്തിനെ ഉടക്കിട്ടായിട്ട് കൊടുത്തോണ്ടുള്ള എന്തൊരു മുസീബത്താണിത്. കുടുംബത്തിൽ വലിയ പ്രയാസങ്ങളുള്ള കൊടുക്കില്ല പൈസ കൊണ്ടിട്ടിയ പൈസ കൊണ്ട് അത് ഓരോ സക്കാത്ത് കട്ടായോട് കൊടുക്കണോ ഉണ്ടാകട്ടെ. ഈ സക്കാത്ത് കട്ടായോടത്തോടെ കാത്തിട്ട് ഈ സക്കാത്ര അംശം പോയിട്ട് പോണിന്റെ ഇല കൊടുത്തു വലിയ സക്കാത്തിനെ സക്കാത്ത് കൊടുക്കണേ. അത് അയാളുടെ അവകാശമാണ്. നാട് സ്വതക്കം കൊടുക്കട്ടെ എന്ത് തീരാനക്ക് ഖുർആൻ ചൊന്നല്ലേ നന്റെ സ്വത്ത് അത് നന്റെതല്ല. കേൾക്കണവനും തടയപ്പെട്ടവനും പാവത്തവനും അത് ഹക്കുണ്ട്. സക്കാത്ത് അല്ലാത്ത ഹക്കുണ്ട് ഖുർആൻ ചൊന്നു. ഉടനെ നന്റെ കുടുംബത്തിലുള്ള കഷ്ടത്തവണവും പ്രായത്തിലുള്ള കഷ്ടത്തവണവും നന്റെ സക്കാത്ത് കട്ടായമാവുന്നത് കാത്തിട്ട് അതിനെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ വലിയ വമ്പാവിടെ ഇതെന്ത് ദീനാണ്. ഇവിടെ എത്ര ഇക്കട്ട മനസ്സാണ്. നന്റെ ഫിത്ർ സക്കാത്ത് അവിടെ കൊണ്ടുപോയിട്ട് കിട്ടായിട്ട് കൊടുക്കുക. അവിടെ മസലാൻ തന്നെയുണ്ടല്ലേ ഞങ്ങളുടെ മനസ്സത്ര ഇക്കട്ടാണ്. ഇങ്ങനെ എപ്പോ ഞാൻ ഇക്കട്ടാക്കടെ ആ സമയത്ത് പഠിച്ചോണം ഇക്കട്ടാക്കട. ഇവിടെ സ്വഹാബത്തര മനസ്സ് സുബ്ഹാനല്ലാഹ് അങ്ങനെ നന്നാക്കിയിട്ടല്ലേ യുദ്ധരംഗത്തിൽ വരെ മരിക്കോ കിടന്നിക്കത്തെ ശുഹദാ റളിയല്ലാഹു അൻഹും വെറുതെയല്ല ഖുർആൻ ചെന്നരെ റളിയല്ലാഹു അൻഹും വറദുഅൻ അല്ലാഹു പൊരുത്തപ്പെട്ട ജനാംഗാണ്. ഇങ്ങ ദാരി തപ്പിട്ടിന്നാണ്. ഇങ്ങനെ സമാക്കിയ ഒരു നേതാവുണ്ട്. ആ നേതാവുടെ വകയാണ് പഠിക്കണേ. ആ നേതാവുടെ വക ഒരല്പമെങ്കിലും പഠിച്ചിട്ട് ആ ഖുലുഖ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുക നോക്കണോ. എത്ര കിതാബാണ് ഇമാമിങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിപ്പാക്കിയത്. ശിഫാത്ത് ഒരു കിതാബുണ്ട്. ആ ശിഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. ആ കിതാബ് ഔത്തുണ്ടെങ്കിൽ ഔത്തു പ്രയാസം പറ്റുന്ന ഇമാമിങ്ങളുള്ള മുസ്തഫ ശിഫ ഇല്ലാണ്ടായെങ്കിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടാവനാകുന്ന ചെന്ന മഹാന്മാരുള്ള മൊറക്കത്തിലാണ്. ആ മഹാന്റെ കിതാബാണ് ശിഫ. എന്റെ ശിഫ ചെന്നെങ്കിൽ ശമനം
എന്തേ ശമനം? അതിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബതുക്കാണ്. ഇതെല്ലാം പഠിച്ചു പോയി കേട്ടതാണ്. അപ്പുറത്ത് പോയിട്ട് കലാട്ടമയാക്കണേ, അപ്പുറത്ത് പോയിട്ട് ഗൗജിയാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല സ്വഭാവം കൊണ്ട് എന്നിട്ട് പഠിച്ചതാണ്. അപ്പുറത്ത് പോയിട്ട് അതിൽ ഒരു അംശം പോലും നക്ക് കണ്ടില്ല. ഞാൻ വിചാരിച്ച് നോട്ടമേ സ്വർഗത്ത് കഴിയാൻ ഇതിലൂടെ പോണ്ടമേ നക്ക് വലിയ പ്രതിഫലം അല്ലാഹു റെഡിയാക്കി വെച്ചാൽ ഞാൻ അയക്ക് വന്ന സ്വഭാവം കൽബുകൊണ്ടുകൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം അങ്ങനെയാണ്. ആ കാവിയാകും ഹെബോകാരോട്ടി കേട്ടാറ് നീ എന്റെ സിഫ പിടിച്ചിരിക്കുന്ന നടക്കണേ എനിക്ക് കേട്ട ശിഫന്റെ വഖാലു, പിന്നെ അങ്ങനെ കേട്ടാറ് പിന്നെ നീ എന്റെ ശിഫത്തെ പിടിക്കടെ فقلت وتخبر فيه عن المصطفى. അതിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്യമേനി ചൊല്ലല്ലേ എപ്പോൾ നോക്കിയും ശിഫ പിടിച്ച് നടക്കുക അയാളൊട്ടി കേട്ടാറ്. അപ്പോൾ അയാൾ ചൊല്ലു ബിഅന്നി അലീലുൽ ഫുആ, എൻ്റെ ഹൃദയത്തിൽ രോഗമുണ്ട്. അയാൾ ചൊല്ലു എൻ്റെ ഹൃദയത്തിൽ രോഗമുണ്ട്. വകുല്ലു അലീലിൻ യുഹിബ്ബു ശിഫാ, രോഗമുള്ളവരെത്താൾ ശിഫ ആഗ്രഹിക്കാറില്ലേ. അതുകൊണ്ട് നല്ല മനസ്സ് രോഗം, ആ മനസ്സിലെ രോഗ സമാപകനായിട്ടാണ് ഇത് പിടിച്ചിട്ട് നടക്കണേ. ഫഖാലു ലിഅന്നക തുഹിബ്ബു ശിഫ വതുഖ്ബിറു ഫീഹി അനിൽ മുസ്തഫ ഫഖുൽതു ലിഅന്നി അലീലുൽ ഫുആദ് വകുല്ലു അലീലിൻ യുഹിബ്ബു ശിഫ. ഏത് രോഗിയും ശിഫ വേണമേ. അപ്പൊ നന്റെ ഹൃദയ രോഗത്തിന് ശിഫ കിട്ടണമുണ്ടായെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ പഠിച്ചിട്ട് അതിനെ നന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുന്നൊക്കെ സാധ്യമാണോ? അപ്പൊ ഞാൻ ചെന്ന് ഇന്നലെ അയാൾ കേട്ടതിക്ക് ജവാബാണ് സാധ്യാവുക. സാധ്യായ ഒരു ജനാംഗയില് ആ സഹാബത്ത് മരണവേളയിൽ അങ്ങ് കിടന്നിട്ടുള്ള ഷഹീദവിടെ അരിപ്പ. ആ സമയത്ത് ഒരാൾ കുടിക്കൂ തണ്ണി കൊണ്ടെന്ന് കൊടുക്കൂ, ഇയാളെ കൊണ്ട് കൊടുക്കുമ്പോ അയാൾ അപ്പുറത്ത് കിടന്ന ആളെ സൗണ്ട് കേൾക്കുന്നത് സൗണ്ട് കേൾക്കുമ്പോ അയാൾ ചൊല്ലു നക്ക് തന്നെ വേണ്ട, അയാൾ കൊടുക്കൂ. എവിടെ മരിക്കണ സമയത്ത് വരെ എന്റെ മനസ്സ് എത്രയാണ് കണ്ട് യാ റബ്ബി സുബ്ഹാനല്ലാഹ്, നാണ് നക്കും നന്റെ വെഞ്ഞായും നന്റെ മക്കളും ചുറ്റു കമ്പൗണ്ട് കെട്ടിറങ്ങിയത്താളാ അത്രയും കെട്ടാ നന്റെ മനസ്സ്. ഉടയോ മരണസമയത്ത് ഒന്നുകൊണ്ടുള്ള തന്നെ അയാൾ കൊടുക്കൂ. അയാളെ കൊണ്ട് പോയിട്ട് അയാളെ കൊണ്ട് പോകുമ്പോ അപ്പുറത്ത് സൗണ്ട് കെട്ടുകൊണ്ടു അയാൾ തൊള്ളു അയാൾ കൊടുക്കൂ. നോക്കുമ്പോ അയാൾ തൊള്ളു അയാളെ കൊണ്ട് പോകുമ്പോ അയാൾ മരിച്ചു. ഈ തണ്ണി എടുത്തോണ്ട് ഫസ്റ്റ് അയാളെ കൊണ്ട് പോകുമ്പോ അയാൾ മരിച്ചു പോയിട്ട്. ഇതാണ് സ്വഭാവം. പിന്നെ നേരെ അടക്കമുള്ള ആൾമാർ ചൊല്ലാണ്ടിക്കുവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബതുക്കുൾ 23 വർഷം കൊണ്ട് നാട് കണ്ട ഏറ്റവും വലിയ മജിസ് ഇങ്ങനെ ഈ മാതിരി ചേഞ്ച് ആക്കിത്തല്ലേ. അപ്പൊ സ്വഭാവത്തിനിടയിൽ കലാട്ടായോണ്ടില്ലാണ്ട് പേരിക്കുവാ അങ്ങനെ പേരിച്ചെന്താ കലാട്ടായോണ്ടില്ല പ്രശ്നമായോണ്ടിന്ത് കൊന്ന് സ്വഹാബിയം ചൊല്ലൊരു കിതാബുണ്ട്. ഞാൻ അത് നോക്കിയിട്ട് ക്ലാസ് എടുക്കണോ വലിയ കിതാബാണ്, എത്രയോ അതിൽ വിഷയമുള്ളേ. നീ ഒരു സ്വഹാബിയാവണമെന്നാ ചൊന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരും ചൊല്ലേ നീ ഒരു സ്വഹാബിയാവും ചൊന്നെങ്കിൽ സ്വഹാബിമാർ രണ്ട് കഞ്ഞി പോയിടാറ്. സ്വഹാബിനെ ഗുണം നിൽക്കുണ്ടാവണം എങ്കിൽ സ്വർഗത്ത് പോകേണ്ടി വരും. സ്വഹാബിനെ ഗുണം ഉണ്ടായിട്ടുണ്ടായെങ്കിൽ നീ സ്വർഗത്ത് പോകേണ്ടി വരും. അപ്പോ ഈ സ്വഹാബത്തിനിടയിൽ സമസ്യയുണ്ട്, പ്രശ്നമുണ്ട്. പക്ഷേ പ്രശ്നവും ആ സമയത്ത് അത് തീരും. അതാണ് സ്വഹാബത്ത്. ഇല്ലെങ്കിൽ തീർപ്പ് ഒരാളുണ്ട് അയാൾ ചൊന്നും കേട്ടോണ്ടിരുന്നാറ്. ഇന്റെ അങ്ങനെ രണ്ട് ഗ്രൂപ്പുടെ കലട്ട നടക്കുന്നു വിചാരിക്കാം. ഒരുത്ത കവിടെയും പോണിക്ക് പോയിട്ട് സമാക്കുക പോയി അവിടെ പോയിട്ട് കേൾക്കലയില്ല, ആരും കേൾക്കല പോയെങ്കിൽ അവിടെ പിടിക്കും പിടിച്ചു വെക്കുമ്പോഴേക്കും യന്ത്രമോ പിടിച്ചുകൊണ്ട് വരത്തുള്ളൂ ചെന്ന് പോത്തുള്ളൂ. ഇങ്ങനെയുള്ള വിചാരിച്ചിരുന്നില്ല വലിയ പമ്പത്തനാണ്. നാം സ്വർഗത്തുകളിൽ പോണ്ടവേ ഞാൻ വലിയ വലിയ ഭയങ്കരമായിട്ട് വിചാരിക്കാറുണ്ട്. എന്തൊരു സമാധാനം, എന്തൊരു വിട്ടിട്ടാണ്. രണ്ട് ഗ്രൂപ്പ് കലാട്ടാക്കുമ്പോ മൂന്നാമത്തെ ഒന്ന് സമാക്കുമെങ്കിൽ അവനോട് കൊണ്ട് പോയി അവന് പോയി കേൾക്കില്ലേ. അതേസമയത്ത് ഈ കലാട്ടിനെ കത്തോട്ട് കാണുമായിരിക്കാറ്. നിങ്ങൾക്കൊരാൾ എന്തെങ്കിലും പറഞ്ഞ് തിരുവേരിക്കാം. ആ സമയത്ത് നിങ്ങൾ ഉണ്ടാണ്ട് പോയെങ്കിൽ അതാ അപ്പൊ കേൾക്കട നീ എന്ത് നീ ഒരു പെണ്ണാണ് കേൾക്കൊണ്ട് കത്തോട്ട നീ ഒരു പെണ്ണാണ് നീ എന്തേ ഉണ്ടാണ്ട് വന്നേ. അപ്പൊ പോയിട്ട് കലട്ടാക്കണം. ഇരിക്കാണ് ആൾമാരുള്ളേ. ഇനി നണ്ടൊട്ടിക്ക് ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായെങ്കിൽ അപ്പൊ നക്ക് മുണ്ടകായില്ലെങ്കിൽ ഔത്ത് പോയി തെറ്റി നക്ക് സൈക്കിളില്ല. ലാസ്റ്റ് ഒരു മെസ്സേജ് പറഞ്ഞിട്ട് മെസ്സേജ് ഇതാണ് തന്നെ. അപ്പൊ നാനാണ് സ്വർഗത്ത് പോണ്ടേ. നാണ് ഇവിടെ സ്വർഗത്തിൽ കൂടെ കിട്ടണോ. ഈ സെക്കൻഡ് വരെ നന്റെ കലാട്ട വിട്ടിട്ടില്ലേ, ഈ സെക്കൻഡ് വരെ നന്റെ ചതി വിട്ടിട്ടില്ലേ, ഈ സെക്കൻഡ് വരെ നന്റെ ലിസ്റ്റിൽ അർസാക്കപ്പെട്ട ആൾമാർ നൂറുകണക്കിന് ആൾമാരുള്ളാണ്. എന്നിട്ടോ ഓന്റെ സ്വർഗത്തിൽ നിസ്കരിച്ചു വന്നല്ലേ താജ് നിസ്കരിച്ചിട്ട് എന്തൊരു ദുആയാണ്. റബ്ബേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടിയമേ മുട്ടമേ സ്വർഗത്തിൽ സീറ്റ് കിട്ടണോ ചൊന്ന് ദുആർന്നിട്ട് പത്ത് വൈകിട്ട് സുബൈത്ത് ഗൗജി കലാട്ടെ ഇതെല്ലാം തിരുത്തുന്നുണ്ടാകുന്നുണ്ട്. ഇത്തുവടിയാക്കുള്ളതാണ്. ഇതുകൊണ്ടൊന്നും സ്വർഗം കിട്ടില്ല. എന്റെ കൽബുടെ എപ്പ കൽബുകാവുക ആ സമയത്ത് മാത്രമേ സ്വർഗം കിട്ടൂ. സ്വഹാബത്തിനിടയിൽ സമസ്യ വന്നുകൊണ്ടിട്ട് ആ സെക്കൻഡിൽ അത് പരിഹാരമായോണ്ടിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂദർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത ആളാണ്, കറുപ്പവും സൗന്ദര്യമുണ്ട്, കറുത്ത ആളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരാളൊക്കെ ബൈക്കും
മധുവും സംഭവങ്ങളും ചരിത്രവും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ബിലാൽ റളിയല്ലാഹുവിന്റെ ಬಗ್ಗೆ എത്ര ആൾമാരാണ് അയാളെ ಬಗ್ಗೆ ചെല്ല്. അയാൾ കാണുന്നതും ചന്തയില്ലേ, ബിലാലാണ്, കറുത്ത ആളാണ്, അയാളെ കൽബ് നല്ല ചന്തമുണ്ട്. കഅബാലയത്തെ മേൽ പത്വാട്ടിന് അയാളെയാണ്, അയാളെ കറുത്ത കാലാണ്. കറുത്ത കഅബത്തെ മേൽ ഈ കറുത്ത കാലങ്ങൾ സ്പർശാവുമ്പോ മക്കത്തിൽ ബിലി ആൾമാരിന്നാർ, സവർണരിന്നാർ, അബൂജഹലിന്റെ മോളിന്നാർ, അങ്ങനെല്ലാവരും അത്ഭുതപ്പെട്ടു പോയ റബ്ബേ, ഇതെന്തൊരു നേതാവാണ്. ലോകത്ത് വന്ന എല്ലാ PMമാർക്കും എല്ലാ CMമാർക്കും സമപാലും അങ്ങ് ചൊല്ല മാത്രമല്ല നടപ്പിലാക്കുക ആർക്കും സാധ്യയില്ല. അവന്റെ ആൾമാരെയാണ് നോക്കിക്കൊണ്ടുള്ളത്. പക്ഷെ ഇത് നടപ്പിലാക്കി കാട്ടിയ ആളാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിന്റെ മോൾ ചെന്നാലല്ലേ ഈ ബിലാൽ 5 പൈസയുടെ സ്ഥാനം മക്കത്തിൽ ഇല്ലാത്ത ചവിട്ടിക്കൊണ്ടിരുന്നാറ്, നെയ്യിൽ കല്ലെടുത്ത് വെച്ചിരുന്നാറ്. പക്ഷേ ഇന്ന് ബിലാലിന്റെ സ്ഥാനമാണ്. കഅബത്തെ മേൽ പത്തി ബാങ്കുകൊണ്ടുകൊണ്ട് ചില ആൾമാർ ചെന്നാറ്. ഈ രംഗം കാണ്ടാട്ടി കൊണ്ടുവന്നാൽ മരിച്ചുപോയില്ലെങ്കിൽ ചത്തുപോയില്ലെങ്കിൽ എത്ര നല്ല ഇത് ചെന്ന മക്കത്തെ മുശ്രിക്കീങ്ങളിന്നാറ്. ആ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത ആളാണ്. ഒരു നാൾ അബൂദർ റളിയല്ലാഹു അൻഹു നല്ല ചന്തത്തെ ആളാണ്. അബൂദർ ഒരു നാൾ ചെന്നുപോയി യബ്ന സൗദാ, കറുത്ത പെണ്ണിന്റെ മോണോ കറുത്ത പെണ്ണിടെ മോണ്. ഇങ്ങനത്തെ 100 വട്ടം കേട്ടത്, 100 10,000 വട്ടം കേട്ടത്. ബിലാൽ എന്നാണ് മക്കത്തിൽ ഇതേ സ്വറ, എല്ലാരും സെറ്റാക്കണേ, എല്ലാരും പറയേ ഇതേ സ്വറ. പക്ഷെ രണ്ട് മനസ്സ് പൊട്ടിപ്പോയി. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സ് പൊട്ടി, യാ റബ്ബി എന്റെ ಬಗ್ಗೆ ആര് ചെന്നേ, എന്റെ ചങ്ങായി അബൂദർ എന്റെ ಬಗ್ಗೆ യബ്ന സൗദാ ചെന്നല്ലേ. അങ്ങനെ വിറ്റു. നല്ല സ്വഹാബത്തെ ಬಗ್ಗೆ പഠിക്കണമെന്നുള്ളതൊക്കെയാണ്. അവിടെ പ്രശ്നമൊക്കെ പോയില്ലേ, കേസ് കൊടുക്കുകയില്ലേ, ഗലാട്ടൊക്കെ പോയല്ല, മനസ്സിലെ ബേജാറ് ഒരാളൊട്ടിക്ക് ചൊല്ലുകൊണ്ടു. ആ ഒരാൾ മദീനത്തെ പള്ളിയിലുണ്ടു. അത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന നേതാവാണ്. അയാളെ കൊണ്ടുപോയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി ചെന്ന് നബിയെ സ്വല്ലല്ലാഹു തന്റെ അബൂദർ യബ്ന സൗദാ ചെന്ന് കറുത്ത പെണ്ണിനെ മോണോ ഇത് സഹിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് പൊട്ടി. യാ തന്റെ ബിലാലിനെ അങ്ങനെ ചെന്നമ്മ ബിലാലും സൽമാനും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സേമ നല്ല ചന്തമുള്ള ആളാണ്. പർഷ്യന്റെ സുരസുന്ദരനായ വ്യക്തിയാണ് സൽമാൻ. ആളാണ്. എന്തൊരു ചന്താണ്. 316 വർഷം ജീവിച്ചിട്ടുള്ള സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അയാളെ എതിർത്ത സഫൻ നബി തങ്ങളെ മുട്ടമേലെ പാട്ടവും സാധ്യത അതേ മുട്ട ബിലാലിന്റെ പാട്ടവും സാധ്യത. ബിലാലിന്റെ എന്നെ പാട്ടിയല്ല, ഇന്നും ഒരു പെണ്ണ് ഹൈലൈറ്റ് ഉണ്ടായെങ്കിൽ അവത്ര പുറത്താക്കണക്കെത്ത ജനാംഗമുള്ളാറ്, പുറത്തു വെക്കണക്കെത്ത ആൾമാറുള്ള. അങ്ങനെ ഇസ്ലാമിന്റെ ಬಗ್ಗೆ ചൊന്നുകൊണ്ടല്ലേ, അങ്ങനെ ഇസ്ലാമിന്റെ ಬಗ್ಗೆ ಗೊತ್ತು വേണ്ടേ, പഠിപ്പ് വേണ്ടേ. ഇനി പഠിപ്പ് വന്നാറുണ്ടായെങ്കിൽ ഞങ്ങളെ കണ്ടിട്ട് അങ്ങ് പഠിക്കണല്ലേ. ഇസ്ലാമിന്റെ ആൾമാരുണ്ട് ഞങ്ങളല്ലേ, എവിടെയാണ് ഞങ്ങളുടെ ഇസ്ലാമിന്റെ അടയാളം ഞങ്ങളിലുണ്ടാ. സുബ്ഹാനമഞ്ചല്ല ഒരു ഓഫീസിൽ പോയെങ്കിൽ ഒരു പക്ക പോയെങ്കിൽ നന്റെ കണ്ട് ഇസ്ലാമിയത്തോളം എന്ത് പഠിക്കുകൊണ്ടു ഞാൻ അവിടെ അച്ഛനാക്കിക്കൊണ്ടുള്ളേ, ഞാൻ കള്ളക്കച്ചവടാക്കിക്കൊണ്ടുള്ളൂ, എന്തെല്ലാം ആക്കിക്കൊണ്ടുള്ളേ. അവിടെ എനിക്ക് ഇസ്ലാമോ അതല്ല. ഇസ്ലാം ഒരിക്കലും അതല്ല. ഇസ്ലാം ചന്തത്തതാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതാണ്. ഇക്കട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാളെയും ഒരേ സ്വപ്നത്തെ പാട്ടി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മടിയിൽ ഉസാമ റളിയല്ലാഹു അൻഹു വന്നിട്ട് അയാൾ കറുത്ത ആളാണ്, ഒരു അടിമയുടെ മോനാണ്, കറുത്ത ആളാണ്. ഇപ്പുറത്ത് ലോകത്ത് സയ്യിദ ശബാബി അഹ്ലിൽ ജന്നതി ബിൽ ജന്ന, സ്വർഗ്ഗത്തെ 2 ബാലക്കാർമാരെ നേതാക്കന്മാരുണ്ടാകും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. എന്തൊരു ചന്താണ് ഹസൻ റളിയല്ലാഹു അൻഹു. അയാളെ തല മുതൽ ഈ നടുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയാണ്. ഹുസൈൻ റളിയല്ലാഹു അതിന്റെ കീഴിൽ ഹുസൈൻ റളിയല്ലാഹു കണ്ടെങ്കിൽ നബി തങ്ങാണ്ട് വിയർച്ചു പോകും. സല്ലല്ലാഹു അത്ര ചന്ത. അങ്ങനത്തെ ചന്തത്തെ ഒരാളെ ഒരു മടിയിലും പിന്നൊരു കറുത്ത കിടാവിടെ പിന്നൊരു മടിയിലും ലെപ്പാട്ടിട്ട് പകുത്തൊരു സാധ്യായ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം പുണ്യമാരെ ഇടയിൽ ഞങ്ങ യാദവേദാക്കലൊക്കെ ദുനിയാവിലാണ് ജീവിച്ചുകൊണ്ടുള്ളത്. മോന്റെ മക്കളുടെ വിരിസവണ, മോന്റെ മക്കളുടെ വിരിസയില്ല, മോന്റെ ഒരു കിടാവുടെ വിരിസ, പിന്നൊരു കിടാവുടെ വിരിസയില്ല. ഇനി സ്വന്തം 2 മക്കൾ കൊണ്ടുണ്ടായെങ്കിൽ പൈസ കളത്തി തന്റെ ഞങ്ങളുടെ അക്കൗണ്ട് കിട്ടാൻ വലിയ വിസ, ഇതൊക്കെ വിസമേ ഇല്ല. ഇങ്ങനെ വിസന്റെ ഓടിയാവുന്ന ലോകത്താണ് ഭൗതികമായ താല്പര്യത്തിന് വേനായിട്ട് ഞാൻ വിസ വെക്കുമ്പോ വഴിപാട്ടിന് 1400 വർഷത്തിന് മുമ്പ് അങ്ങനെ എന്ത് വാക്കുകൾ തീറ കർത്താളെയും വെൽത്താളെയും മടിയിൽ വെച്ച് വെൽത്തിരിക്കത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ ചെന്ന് വന്നത് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുയുടെ ಬಗ್ಗೆ കർത്താള ഓൻ ചെന്നപ്പോ സൈക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊട്ട അബൂദർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ തിന്നക്കബ്റുൻ ഫീക ജാഹിലിയ, നിങ്ങളുടെ ജാഹിലിയത്തിലെ വിഷയമുള്ള സമയത്തിലല്ലേ, ജാഹിലിയത്തിൽ ഇങ്ങനത്തെ ഗുണ അത് സമയത്തിലല്ലേ നിങ്ങൾ നെടിയും ഇസ്ലാം ഒറ്റ ചോദ്യമാണ് സമയത്തല്ലേ. അബൂദർ റളിയല്ലാഹു അൻഹു പിന്നെ അയാളുടെ മേൽ പകർച്ചില്ല, രണ്ട് വിഷയം ചെന്നല്ലോ പോയിട്ട്. പിന്നെ ഞങ്ങളുടെ സമസ്യ കൂടുതലാണ് കൊടുക്കുകയാവുകയില്ല. പിന്നെ നമ്മുടെ അടുത്ത സമസ്യ എന്താ ചൊന്നെങ്കിൽ നാണേ കർത്തവെന്ന് ചൊന്നരെ, പിന്നെ നല്ല ദൃഷ്ടിയിൽ ഓനെ താന്നോ
രണ്ടാമത് താന്നവനോട് എന്റെ കേസ് എനിക്ക് പോയിട്ട് ചെന്ന് നല്ലത് ആരൊക്കെ ചൊല്ലു തീരാ നക്ക് എന്തിനു വേണമെങ്കാക്ക എന്തിനു വേണമെങ്കിൽ ചെല്ലാം നക്ക് സ്വാതന്ത്ര്യമല്ലേ നീനോ നീ താങ്കത്തോട് വെക്കണോ ആര് ചെന്ന് ഇങ്ങനൊരു ഇസ്ലാമില്ല ഇന്നക്കമ്പ് കൊണ്ടിരിക്ക ജാഹിലിയത്തുണ്ടല്ലേ അജ്ഞാനത്തെ സമ്പ്രദായം ഉണ്ടല്ലേ സമായിത്തല്ലേ അബൂദർ ചെന്നപ്പ അബൂദറിനൊക്കെ മേടിച്ചു പോയിട്ട് അബൂദർ തെരുളങ്ങ് കിടന്നു പോയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു ചെല്ല് നിങ്ങൾ ആ കറുത്ത കാട് കൊണ്ട് എന്റെ മുഖത്തിൽ ചവിട്ടണോ ചവിട്ടിയെന്ന് മാത്രമാണ് എനിക്ക് അബൂദർ ചെയ്ത് അതാണ് ചൊന്ന സ്വഹാബത്തിനിടെ സമസ്യ വന്നോണ്ടിരുന്നു അത് 5 മിനിറ്റ് മാത്രം ഞങ്ങളെ 50 വർഷത്തുകളല്ല 100 വർഷത്തുകളല്ല എപ്പമോ തുടങ്ങിയ കലാട്ടനെ ഇന്നും വെച്ചിട്ട് ടൈറ്റാക്കി വെളുതാക്കി ആക്കിയിട്ട് വെടിയാക്കണമെന്നുള്ള അവന്റെ സ്വതക്ക ഭയങ്കര അവന്റെ സക്കാത്ത് ഭയങ്കര അവന്റെ നിസ്കാരങ്ങൾ ഭയങ്കര മനസ്സിലോ ഏതോ ഒരാളൊട്ടിയ പകയുണ്ട് ആ പക വെച്ച് ഇന്നും നടന്നുകൊണ്ടുള്ള അവന്റെ ഒട്ടിയ സമാവണം ചൊന്നെങ്കിൽ നോക്കാണ്ട് അവൻ ചൊല്ലെ സമാവനം ചൊന്നെങ്കിൽ അവൻ ചൊല്ലെ എന്റെ പക പാമ്പിടെ പക പോലെ സമമേ ആവുന്ന ചൊല്ലെ നാണോടെ ഇത് പലപ്പോഴും ചൊന്നെ ഹക്കൻ എന്റെ മനസ്സിൽ ഒരാളൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലാവട്ടെ ഒരു ജമാഅത്തിലാവട്ടെ എവിടെയും നക്കൊരാളൊട്ടിയ പകയില്ല അതുകൊണ്ട് ഈ വിഷയ നക്ക് ചൊല്ലുന്നത് നല്ല ധൈര്യവും ഈ വിഷയ നക്ക് ചൊല്ലുന്നത് നല്ല അർത്ഥവും അതുകൊണ്ടാണ് 4 വർഷമാണ് ഇത് ചൊന്നത് എന്റെ കൽകൾ പിന്നെ ഒരാളെത്തിക്ക് പകയും നെഞ്ചി വെച്ചിട്ട് ഒരാൾക്കും സ്വർഗത്തിൽ പോകുന്ന സാധ്യതയില്ല അള്ളാഹു നമ്മളെല്ലാം നന്നാക്കി തരുമാറാവട്ടെ അവരോട് സ്വഹാബത്തിനിടയിൽ സമസ്യയായോണ്ടിട്ട് ആ സമയത്ത് സമയമുണ്ടിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടൊട്ടിയ നന്റെ മുഖത്തിന് നിങ്ങളെ കറുത്ത കാലുകൊണ്ട് നല്ല സൗന്ദര്യമുള്ള ശരീരത്തിൽ ചവിട്ടണോ ബിലാൽ തങ്ങൾ ചവിട്ടുക ചവിട്ടല്ലേ അതും നല്ല സ്വഭാവമാണ് ചവിട്ടില്ലേ നിങ്ങളെ മുഖത്ത് ചവിട്ടുകൊണ്ടതല്ല മുറ്റമുള്ളതാണ് നിങ്ങളെ മുഖം അവരുടെ സമയം അങ്ങനത്തെ സമയത്ത് ചേറ്റേറ്റ് സ്വഹാബത്തിനിടയിൽ സമസ്യ വന്നെങ്കിലും അത് ആ സെക്കൻഡിൽ സമയം ഉണ്ടെന്നാറ് പകവെറ്റി നടന്നുകൊണ്ടില്ലെന്ന് തഖ്വത്തുവേനായി പടച്ചോൻ സെലക്ട് ആക്കിയ വിഭാഗമാണ് സ്വർഗത്തുവേനായി സെലക്ട് ആക്കിയ വിഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാക്കിത്ത് 1,00,000 ചില്ലാതെ സ്വഹാബത്ത് വങ്കി ചെന്നത് കൊല്ലും എല്ലാവരും നീതിമാന്മാരാണ് ന്യായമുള്ളെങ്കിൽ താഴ്വാർ ഒരു സ്വഹാബിനെ ദൂരിക്ക് നരകത്തിന് പോകുന്നത് അത് വയ്യാവും വേറെന്തും വേണ്ട അത്രയും വലിയ മഹത്വമുള്ളവർ ആൾമാരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ഇനിയുള്ളക്കാലത്ത് തറാവീഹ് സംഘടിപ്പിച്ചിട്ട് 2 മുതൽ 8 വരെയുള്ളെങ്കിൽ താഴ്വാർ ഇനിയുള്ളക്കാലത്ത് നിസ്കരിക്കുമ്പോൾ ഉമർ തങ്ങൾക്ക് ദീൻ തെരഞ്ഞിട്ട് ചൊന്നിട്ടു ഹദീസിന്റെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ താഴ്വാറുള്ള ഉമർ തങ്ങളാട്ടി ആറാം ഹദീസ് കൊണ്ടുള്ളവൻ ആരാണ് ഏത് വമ്പാണ് അത് കേട്ടിട്ട് എത്രക്കാലത്തെ വേക്കൽ ഉണ്ടെന്നുള്ള തബ്ലീഗിന്റെ വേക്കൽ ഉണ്ടെങ്കിൽ താഴ്മാർ വഹാബിന്റെ വേക്കൽ ഉണ്ടെങ്കിൽ താഴ്മാർ അവന്റെ ചീല ഇട്ടുകൊണ്ടു അവന്റെ കട്ട ഇട്ടുകൊണ്ടു അവന്റെ വസ്ത്രം ഇട്ടുകൊണ്ടു ചെന്നിട്ടു ഓണ്ടെങ്കിൽ വിവരം കെട്ട ആൾമാരുള്ള നാണിക കെട്ട ലോകത്ത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടത്തെ ദീൻ പഠിച്ച ആളാണ് എത്ര റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ട് അയാൾ കൊണ്ടുണ്ടു സ്വഹാബത്തിനെ സംഘടിപ്പിച്ചിട്ട് 2 മുതൽ 8 വരെ മുസ്ലിമീങ്ങളുടെ തെളിവെന്ന് വേണ്ടി കേട്ടിട്ട് ഇജ്മാഉ സ്വഹാബ എങ്കിൽ നാളോട് 8 റക്അത്ത് നിസ്കരിച്ചിട്ട് 20 റക്അത്ത് നിസ്കരിച്ച സ്വഹാബത്ത് എല്ലാവരും നരകത്തിൽ കൊണ്ട് 4 സ്വർഗത്തിൽ കൊണ്ട് അങ്ങലട്ടിയും പോകുന്നു വിഡ്ഢികളായ ആൾമാരുള്ളവരല്ലേ അങ്ങനെയും സമർത്ഥിക്കുന്ന ആൾമാരുള്ളവരല്ലേ ഒരു സ്വഹാബിനെ ഓർത്ത ദൂരിയാണ്ടായി നരകത്ത് പോകുന്നു അവനത് വേറെന്തും വേണ്ട എന്തേ കൊല്ലുഹും എല്ലാവരും നീതിമാന്മാരാണ് അങ്ങനെ ഭംഗിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹി മുഖ്തദൈതും മിഹ്തദൈതും നന്റെ സ്വഹാബത്ത് നക്ഷത്ര സമാനരാണ് നക്ഷത്ര സമാന നക്ഷത്ര ഉദ്ദികളുണ്ടില്ല നക്ഷത്ര ഉദ്ദികളുണ്ടില്ല നക്ഷത്രത്തെ അവിടെ കണ്ടെങ്കിൽ തെരുവെന്തവളു ആൾമാർ തെരുപിടിച്ചു കൊണ്ടാറ് കപ്പൽ യാത്രക്കാർ നക്ഷത്രത്തെ കണ്ടിട്ട് കരക്ക് കൊണ്ടാറ് നക്ഷത്ര ഒരിക്കലും ഗണ്ടകട്ടൽ ഉറുതികളുടെ ഗതിയില്ല തന്റെ സ്വഭാവത്ത് അങ്ങനെയാണ് അസ്ഹാബി കന്നുജൂം അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് കിട്ടിങ്ങുപോയി നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നത് അത് വയ്യാവൂ എത്തതൈത്തും നിങ്ങൾ നേരെയുള്ള ആൾമാരായാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിയിട്ടല്ലേ അത്രയും നല്ല സ്വഹാബത്താണ് അങ്ങ് ഇന്ത്യത്തിൽ വന്നാറ് അങ്ങ് ആഫ്രിക്കത്തിൽ പോയാറ് എവിടെയെല്ലാം പോയാറ് 100 വർഷത്തിന് മുന്നൽ സ്പെയിനിലടക്കം ഇസ്ലാമത്തെ വാട്ടിയ ലോകത്തോടെ പോയാറ് അങ്ങ് ഭാഷ വന്നില്ല അങ്ങ് ചൈനത്തിൽ പോയാറ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഖബർ ചൈനത്തിലാണ് ഈ സ്വഹാബത്ത് ചൈനത്തിൽ പോയാറ് അങ്ങ് അറബി ഭാഷ മാത്രമാണ് ഇംഗ്ലീഷ് പഠിക്കുന്ന ട്രെയിനിങ് കോഴ്സ് പോയില്ലേ ഒരു ഭാഷയും പരിപാടിക്കത്തെ മാസ്റ്ററോടെ ഇല്ലത്ത് അങ്ങ് അറബി മാത്രം വന്നു ചില്ലർ സ്വഹാബത്ത് മാത്രം ഭാഷ വന്നിട്ട് പക്ഷേ ഈ സ്വഹാബത്തെല്ലാം ലോകത്തെ അഷ്ടദിക്കുന്നു പോയപ്പോ ഇന്ത്യത്തിൽ വന്ന മാലിക് ഇബ്നു ദീനാർ ഹിന്ദി കൊണ്ടുണ്ട തമിഴ് കൊണ്ടുണ്ട കേരളത്തെ മലയാളം കൊണ്ടുണ്ട ഒന്നും അങ്ങ് കൊണ്ടില്ല വേണ്ട
അങ്ങ് ഭാഷരകത്തിയില്ല അങ്ങ് നടന്നെങ്ക് പോയി അങ്ങനെ കണ്ടിട്ട് ഇസ്ലാമുകാർ മാറുന്നാറ് ഞങ്ങൾക്ക് എത്ര ഭാഷ കൊണ്ടുണ്ട്, ഞങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് എത്ര സൗകര്യങ്ങളുണ്ട്, ആഡംബരങ്ങളുണ്ട്, ഇതെല്ലാം ഇന്നിട്ട് ഒരാളെ നന്നാക്കുക പോയിട്ട് നന്റെ നക്ക് നന്നാക്കുവായില്ല. ഈ നല്ലൊട്ടി നാട്ടിയ ക്വസ്റ്റനാണ്. സഹാബത്ത് അങ്ങനെയാണ്. കുല്ലുഹും വദൂദ്, അങ്ങനെല്ലാവരും നീതിമാന്മാരാണ്, അങ്ങനെല്ലാം വലിയ മഹാന്മാരാണ്. ഇന്ന് നാണ് മക്ക മദീനത്തെ റൂട്ടുകൾ തായിഫെല്ലാം നല്ല AC നിറഞ്ഞ് ഞങ്ങൾക്ക് കാറിൽ പോകുമ്പോ നാണൊന്ന് അപ്പുറം നോക്കണോ, നാണൊന്ന് ഇപ്പുറം നോക്കണോ, ആ ഭാഗത്ത് സഹാബത്ത് നടന്നു പോയില്ലാറ്. നമുക്ക് കാലിന് ചെറുപ്പില്ലെന്ത് ചെറുപ്പിന്ത് അത് പൊട്ടിക്കിന്ത് രാത്രി യുദ്ധമുണ്ടു കെട്ടി സവാങ്ങിട്ടാണ് യുദ്ധത്തിൽ പോയപ്പോ തിന്ന ബന്ധുവില്ലെന്ത് ഒരു ഈത്തപ്പഴാണ് യുദ്ധത്തെ അമീർ കൊടുക്കൂടെ. ആ അമീർ കൊടുത്തെങ്കിൽ അതിലെല്ലാവരും മേടിച്ച് ഊപ്പിയോ തിന്നാറ്. ഞാൻ കണ്ടത് മെയ്യാവോണ്ടാണ്. സഹാബത്ത് ഇന്നലെ കൂടെ 1000 കണക്കിൽ ഫുഡാക്കിട്ട് ഇസ്രാഫാക്കുമ്പോ മഗ്രിബ് ഇഫ്താറിന്റെ പേരിൽ എത്രയാണ് ഇസ്രാഫ് നടക്കണേ. ലോകരാഷ്ട്രങ്ങളിലൊന്ന് ചുറ്റി നോക്കണോ, അറബ് രാഷ്ട്രങ്ങളിലൊന്ന് പോകുമ്പോ തൻകട്ടല ഭക്ഷണമാണ് ഓരോ നാല് ഇസ്രാഫായോണ്ടുള്ളേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കൂടെ ഇങ്ങനെ ഇസ്രാഫ് നടക്കുമ്പോ അന്നത്തെ സഹാബത്ത് ഒരു കാരക്ക പോലും ഇല്ലെന്ത്. അതിനർത്ഥം ഞാൻ കാരക്കമേ സുബൈര് പിടിച്ച് പോയിത്തോളം തിന്നുള്ളതല്ല. പക്ഷെ ഈ ബോധം നമുക്ക് വേണോ എപ്പാ അത് പഠിക്കുമ്പോഴാണ് ഞാൻ ഇസ്രാഫാക്കാണ്ടിക്കടെ. അപ്പൊ ഞാൻ ചെന്ന് വന്നുകൊണ്ടുള്ളേ ഈ സഹാബത്ത് അങ്ങ് നടന്നപ്പോ ഏത് ഇസ്ലാം ആൾമാറുന്ന അതാണ് സഹാബത്ത്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഞാൻ ചെന്ന ഹുസ്നുൽ ഖുലുഖ് അത് വല്ലാത്ത വിഷയമാണ്. അത് നാണ് പ്രതിജ്ഞ എടുക്കണം. നല്ല സ്വഭാവം. ബഹുമാനപ്പെട്ട സയ്യിദുനാ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. ആ സഹാബിയുടെ ഒരു സംഭവം വേറെ വേറെ വിഷയത്തിലെല്ലാം നമുക്ക് കൊണ്ടുവരാം. കൂടെ ഞാൻ ചെന്നത് ഹുസ്നുൽ ഖുലുഖ് നല്ല സ്വഭാവം. ഈ സ്വഭാവം ഈ സംഭവം നിങ്ങൾ കേട്ടിരിക്കുക. ഞാൻ ചെന്നത് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ആ മഹാന്റെ പെഞ്ഞായി ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഭർത്താവിടെ വയ്ക്ക് 3 കേസ് ചോദിച്ചു. 3 കേസ് മാപ്പിളയുടെ വയ്ക്ക് ചെല്ലുന്നത്. യാ റബ്ബി എന്തിനാ 3 കേസ്? ഒന്നാമത്തെ കേസ് എന്തിനാ വന്നുകൊണ്ടാ ഞാൻ നിസ്കരിച്ചെങ്കിൽ എന്റെ മാപ്പിളെ ഞാൻ കടിക്കുന്നുണ്ടാണ്. വല്ലാത്തൊരു കേസായി പോയിട്ട് നിസ്കരിച്ച കടിക്കോ തീരുവാ. ഞാൻ നിസ്കരിക്കുന്നില്ല, മാപ്പിള വന്ന് അടിക്കരുത്. ഒരു കേസ് വന്നു. രണ്ടാമത്തെ കേസ് ഞാൻ നോക്കുന്നില്ല, എന്റെ നോമ്പൊരു പാടില്ല. നിങ്ങളെ മനസ്സിൽ എന്തായാലും എന്തൊരാൾ പറയാ നിസ്കരിക്കുന്നില്ല അവിടെ അടിക്കല് നോമ്പെടുക്കുമെന്ന് എനിക്ക് ഇത് ചെമ്മ പാടുണ്ട്. ഒരു വിഷയം കേട്ട പാടെ ഞങ്ങൾ വിധി പാസ്സാക്കുമെന്ന് ഞാൻ ചൊല്ലത് ഇത് ഏറ്റവും വലിയ തെളിവാണ്. അല്ലെങ്കിലും ഇത് ഒക്കെ ഓതിയപ്പോൾ നമുക്ക് തോന്നിയത് അതിനടിയിൽ നോക്കുമ്പോഴാണ് വിഷയങ്ങളല്ല പിന്നെ വന്നായി നിസ്കരിച്ചും കടിക്കുള്ളൂ. അപ്പൊ നിസ്കരിച്ചും കടിക്കണമോ 1400 വർഷത്തിന് മുന്നുള്ള സഹാബി ഇങ്ങനെ ആക്കിയ മാണി കേൾക്കുവാൻ ഞങ്ങൾ എന്താക്കാൻ ചെന്നെങ്കിൽ ഒരാൾ വന്നിട്ട് അർജന്റ് ചെന്ന് പോരി വെച്ചിട്ട് അപ്പൊ ഞാൻ കയറെടുത്തോണ്ട് ഓടിയിട്ട് കെട്ട് ഏഴ് പോകണ്ടല്ലേ കേൾക്കുമ്പോ അവിടെ പോയി പെത്തറല്ലേ കടച്ച് കെട്ട് പോകണ്ടേ. അവിടെ ഒരു പെത്തറ വെറുതെ ഞാൻ അച്ഛനാക്കല്ലേ സഡൻ തീരുമാനം ചെന്നിട്ടായി ഒരു വിഷയം കണ്ടപാടെ തീരുമാനം ചെന്നിട്ടായി. അത് പാടില്ലാണ്ട് ഈ സംഭവം കൂടി പാട്ടില്ല. ഞാൻ നിസ്കരിച്ചെങ്കിൽ കടിക്കരുത്, ഞാൻ നോമ്പെടുത്തെങ്ക നോമ്പൊരു പാട്ടില്ല. മൂന്നാമത്തെ ഒരു സംഭവം സുബഹിക്ക് നിസ്കാരത്തെ വേഗിക്കല്ലേ. യാറോ ഇത് ഗുരുതരമായ അറപ്പാണ്. മാപ്പിളയുടെ പറ്റി ചെന്നോണ്ടുണ്ട്. ഞാൻ സ്വഭാവത്തിനാണ് ചെന്നോണ്ടല്ലേ. ഇത് ചെന്നപ്പ മാപ്പിള അവിടെ പൊലിലോകന്ന് പോയില്ല. പെഞ്ഞായി വന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ നേതാവിടെ വന്നിട്ട് കേസ് ചെന്നോണ്ടു. ഇങ്ങനത്തെ ഒരു ജഡ്ജ് വേറെയില്ല, ഇങ്ങനത്തെ ഒരാൾ ലോകത്ത് ആറില്ല. അങ്ങനത്തെ ഒരാൾ അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പവറുള്ളത് അർശല്ല, കുർസല്ല, കഅബല്ല, മദീനല്ല, മക്ക എന്തല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അങ്ങനത്തെ നേതാവിടെ വന്നിട്ട് കേസ് 3 സമസ്യ 3 കേസ് ചേർത്ത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഒക്കെ അവന് സഫ്വാന്റെ ഭർത്താക്കി വെക്കും. അങ്ങനെ തീരുമാനം ചെന്നല്ല. അങ്ങനെ തീരുമാനം ചൊല്ലെങ്കിൽ ആൾമാറുള്ളാറ്. അങ്ങനെ തീരുമാനം ചൊല്ല് പഞ്ചായത്ത് ആൾമാർ, പഞ്ചായത്ത് ആൾമാറുള്ള വൺ വേ മാത്രം. ഒരാൾ ചെന്നതിനെ കേട്ടിട്ട് തീരുമാനം എടുക്കുകയേ തീരാം. അപ്പുറത്തെ ആളെ വിളിക്കണം. മാപ്പിള പഞ്ചായ കേസിൽ ഫസ്ഖ്, തലാഖ് പല സമസ്യ വന്നിട്ട് പെണ്ണിന്റെ ഘടനക ഇപ്പൊ കൊടുക്കോട്ടെ ഉസ്താദ്. എത്ര വട്ടം വന്നവിടെ അങ്ങ് അരഗണ്ട വന്നെ ടീ കലാട്ട നക്കി കലാട്ടാക്കുമല്ലോ തരില്ല കലാട്ട നല്ല ടീ അങ്ങനെ പെണ്ണിയ മക്കളെ കലാട്ട പ്രശ്നം കലാട്ടാക്കുന്ന നല്ല ടീ വന്നിട്ട് ഞാൻ എന്തിനാക്കട്ടെ. അപ്പോ കലാട്ടാക്കോ തരും. അപ്പൊ അരഗണ്ട ഇപ്പൊ കൊടുക്കോട്ട് വന്നു. നമ്മളെ പെണ്ണിന് സമസ്യയിൽ അങ്ങനെ ആയി ഇങ്ങനെ പിന്നെ കുറെ സമാധാനത്തിൽ ചെന്ന് കൊടുക്കുമ്പോഴാണ് എന്താ അവിടെ ഇങ്ങനെ വിഷയം ആണ്ടെ കമ്പണ്ടാറ് വന്നിട്ട് ഇപ്പൊ കൊടുക്കോട്ടോ ഒരു സമയമില്ലേ. അപ്പൊ കൊടുക്കട്ടില്ലേ അങ്ങനെ വിളിപ്പാട്ട് കഴിഞ്ഞാൽ ബിൽക്കുൾ തയ്യാറിക്കുന്നേ. ഞങ്ങൾ മാത്രം ഇതെല്ലാം സമ നിങ്ങൾക്ക് എത്ര ആയിരം പേപ്പറിൽ വേണമെങ്കിൽ എഴുതി തണ്ട. നിങ്ങൾ ഒരു പോലീസും വന്ന് തൊടല നിങ്ങൾ ഇപ്പൊ തീരുമാനമാക്കണോ. അങ്ങനെ ആക്കോ ഓടാ. അത് ഇസ്ലാം അല്ലല്ലേ, ഇസ്ലാം ഒന്നയല്ലേ. അങ്ങനെ ആക്കാത്തതിന്റെ പേരിൽ അസറം നിങ്ങൾക്ക് ആൾമാറുള്ള ഇയാളെന്തും ആൾമാറുള്ള ഇയാളെന്തും തീരാണ്ടുള്ള ആൾമാറുള്ള
ആൾമാരെന്താ ചണ്ടാരം ചെന്നിട്ട് ശരീരത്തിൽ ചെഞ്ചാക്കോടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാഠം പരിപാടിയിട്ട് പെഞ്ഞായിന്റെ ഒരു സമസ്യ ശരി ഇനി അയാൾ വിളിച്ച് കേൾക്കും മാപ്പിളെ വിളിച്ചിട്ട് ഇതാ നിങ്ങൾ പെഞ്ഞ ഇങ്ങനെ ഒരു സമസ്യ ചെന്നുകൊണ്ടുണ്ടോ നിസ്കരിച്ച് എങ്ങനെ അടിക്കാറുള്ള ഉക്കു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കലൊക്കെ ഓ അപ്പൊ അടിക്കലൊക്കെ എന്റെ അടിക്കണം കാരണം അടിക്കോ കാരണം എന്റെ പെഞ്ഞ എന്താക്കലേ ചെന്നെങ്കിൽ അവൾ നിസ്കാരത്തിന് പിന്നെ രണ്ട് സൂറത്തോകരെ ഓ അങ്ങനെ അതിപ്പോ വന്നായി അത് ഓരോ കറത്തായി അടിക്കോണിപ്പോ എന്റെ പെഞ്ഞായി നിസ്കാരത്തിന് ഉണ്ടെങ്കിൽ രണ്ട് സൂറത്തോതരോ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നേ ധാരാളല്ലേ സംഭവം ഇന്തവിടെ സമസ്യ ഒന്നേ ധാരാളല്ലെങ്കിൽ രണ്ടോരോ പോകാറില്ല ಈಗ ಮಾಪಿಳನ ಅಂಡರ್ನಲ್ಲೇ ಉಳ್ಳೆ ಮಾಪಿಳಡೆ ಕೀഴിലുള്ള മാപ്പിളയുടെ തൃപ്തിപ്പെടുത്തണ്ടേ മാപ്പിളയുടെ അല്ലേ തൃപ്തിപ്പെടുത്തണേ ഇവിടെ സുബൈൽ പിടിച്ച് എന്തോടെ യൂട്യൂബ് പിടിച്ചിട്ട് ഓൺലൈൻ തെച്ചിട്ട് ഭയങ്കര ക്ലാസ് കേൾക്കണേ ഭയങ്കര ഉറുതി കേൾക്കണേ എപ്പാ നോക്കിയോ മദീനത്തിലേക്കണേ എപ്പാ നോക്കിയോ മക്കത്തിലേക്കണേ മാപ്പിള എന്താക്കണേ മാപ്പിളെ മക്കത്ത് പോകോടാ മാപ്പിളെ മദീനത്ത് പോകോടാ ഭയങ്കര തക്കമുള്ള പെണ്ണ് നീന് തൃപ്തിപ്പെടുത്തണത് നിന്റെ മാപ്പിളയാണ് സ്വർഗത്ത് മരിക്കും ഏത് പെണ്ണ് മരിക്കുമ്പോ ഇന്നായത്തുള്ള വലിയ ഫാജിലെ ഭർത്ത കിട്ടിയുള്ള ആർക്ക് ഈ പെണ്ണ് അജ്മീറിന്റെ ഭർത്തമുള്ള ഏർവാടിന്റെ ഭർത്തമുള്ള ഭയങ്കര ഗൗജിയുള്ള ഏത് ചികിത്സ വേണം അങ്ങനെയുള്ള മാപ്പിള ബാക്കി പാവ മാപ്പിളയുടെ ഭർത്തയിൽ മരിക്കുമ്പോ എങ്കിലോ ദഹനത്തിൻ ജന്നാട്ടല്ല ഇത് ഞാൻ ചെയ്യുന്നത് എല്ലാം തിന്നുപടി എല്ലാം ചേഞ്ച് നാണിങ്ങനെ ഓൺലൈനിൽ വെച്ചിട്ട് സുബൈലെ വിളിച്ചു പോയിട്ടോള ഇതങ്ങനെ കേട്ടിട്ടുണ്ടായെങ്കിൽ സ്വർഗത്തിൽ പോകണമേ അല്ല സ്വർഗത്തിൽ പോകണുണ്ടായെങ്കിൽ ഈ മാപ്പിളയുടെ തൃപ്തി കിട്ടണോ എങ്കിൽ ദഹനത്തിൽ ചെന്ന ചൊന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവുടെ മക്ക എത്രയ്ക്കത്തെ ഒരു ഹോദയുമില്ല ഒരു തങ്ങളുമില്ല ഒരു ആരുമില്ല ഒരു മതമില്ല ആ നേതാവ് കൊണ്ടുവന്നവരെ സ്വീകരിക്കുള്ളൂ അല്ലാത്തവരെ നിങ്ങൾ ഉടലോട്ടാണ് പരിശുദ്ധ ഖുർആൻ ചെന്ന് പൈക്കട്ട് രണ്ട് സൂറത്ത് ഓതുന്നു ഇവിടെ ഞാൻ ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തണേ ഒരാൾ ഈ അടുത്ത് നല്ലോട്ട് എടുത്ത് നിസ്കാരത്ത് സംശയം ഇല്ലെങ്കിൽ പറ്റിയപ്പോ അവിടെ തീരും നല്ല മനസ്സാണ് എന്തേ നിസ്കാരത്ത് ചെറിയ സൂറത്ത് നിങ്ങൾ ഓതുന്നാറ് ഇപ്പൊ അതിന് വലിയ തോന്നല്ലേ ചെന്നപ്പോ ഞാൻ അയാൾ മസാല ചെന്നോളൂ എന്തേ വലിയ സൂറത്ത് ഓതുന്നു അവിടെ ഇമാമായ ആള് മത്രൂക്കായ പള്ളിയിൽ ചെന്നെങ്കിൽ ആൾമാർ ഇങ്ങനെ വന്നോണ്ടിരിക്കാറ് ഈ പള്ളി അങ്ങനെയല്ലേ എത്ര ആൾമാർ ഉണ്ടാറ് എവിടെ ആൾമാർ ഉണ്ടാറ് ഇമാമത്ത് ഞങ്ങൾ ഫിക്സ്ഡ് ആക്കി ഇങ്ങനത്തെ 10 ആൾമാർ എന്തോന്നല്ലേ കുറെ ആൾമാർ ഉണ്ടാറ് ഒന്നു റോഡ് സൈഡിലുള്ള ഇങ്ങനത്തെ പള്ളി ധാരാളം ആൾമാർ വന്നോണ്ടിരിക്കാറ് അങ്ങനത്തെ പള്ളി വലിയ സൂറത്ത് ഇമാമ ഗോതകാവില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒത്ത നിസ്കരിക്കുമ്പോ അൽബക്കറ വേണമെങ്കിൽ ഒരു പ്രോബ്ലമും ഇല്ല അവിടെ ഇമാമ ഗോതകാവില്ലേ ഓതൊരു സൂറത്തുണ്ട് സൂറത്തുൽ തിവാലുൽ മുഫസ്സൽ ഔസാത്തുൽ മുഫസ്സൽ ഖിസാറുൽ മുഫസ്സൽ എന്നിട്ട് 3 ടൈപ്പ് സൂറത്തുണ്ട് തിവാലുൽ മുഫസ്സൽ ചൊന്നെങ്കിൽ സൂറത്ത് ഹുജറാത്ത് മുതൽ അമ്മ വരെയുള്ള സൂറത്താണ് ഒന്ന് നോക്കുന്നത് എത്ര വലിയ ഉണ്ടോ അത് സുബൈലും അതോതും ളുഹറിലും അതിന് മുട്ടത്തെ സൂറത്ത് ഓതും അസറിലും ഇശാലും ഔസാത്തുൽ മുഫസ്സൽ ഓതുന്നുണ്ട് ഔസാത്തുൽ മുഫസ്സൽ ചൊന്നെങ്കിൽ അമ്മ സൂറത്ത് ഒന്നാമത്തെ ജുസ് അമ്മ മുതൽ ളുഹ വരെ ഓതണം പിന്നെ മഗ്രിബിൽ ചെമ്മ ഓതണ്ട തുസാറുൽ മുഫസ്സൽ വല്ലുഹ മുതൽ കീഴിലുള്ളത് ഓതണം ഇതാണ് പൊതുവായിട്ടുള്ള നിയമം അതേ സമയത്ത് ഇമാമാണെങ്കിൽ ഇങ്ങനത്തെ പള്ളിയിൽ ഇമാമാണെങ്കിൽ ആ ഇമാം വല്ലുഹ മുതൽ കീഴിലുള്ള സൂറത്ത് ഓതണം ഇതാണ് ശാഫിഈ മദ്ഹബാണ് ചൊല്ലുന്നത് വല്ലുഹ മുതൽ കീഴിലുള്ള സൂറത്ത് ഓതണം അതേ സമയത്ത് ഒരു പള്ളിക്ക് 10 ആളുണ്ട് എപ്പം അങ്ങനെ ഒരു അള്ളിയുള്ള പള്ളി വേറെ ഒരു മഹ്ലൂക്ക് ഒട്ടും കണ്ടില്ല അങ്ങ് പുറത്ത് തന്നാറ് വലിയ സൂറത്ത് നിങ്ങൾ ഓരോ ഉസ്താദ് മനസ്സിൽ ചെന്നമായി അവരെ ബായിൽ തൃപ്തിയോടെ ചൊന്നെങ്കിൽ എന്താക്കാം ഈ ഇമാമു അൽബക്കറ വേണമെങ്കിൽ ഓതാവുക ഞാൻ അൽബക്കറ ഓതട്ടാ ഓതിനെ ഓതാ തൊന്തരയില്ല യാസീനുണ്ട് അർഹമാനുണ്ട് എല്ലാവർക്കും കാണപ്പാട് സൂറത്തുണ്ട് അത് ഓതിയെങ്ക നിൽക്കുക ഇവിടെ ഒരു സംഭവം ചൊല്ലുണ്ട് ചിലപ്പോ ചില ആൾമാർ അപ്പൊ ഞാൻ ആ മസാല ചൊന്നോട്ട് ക്ലിയർ ആയിട്ടായി ഇബ്നുൽ ജൗസി ഒരു സംഭവം എന്തിന് ഒരു ഇമാമു നിസ്കാരത്തിൽ നിന്നിട്ട് വലിയ സൂറത്ത് ഓതിയിട്ട് ലാസ്റ്റ് ഭാഗത്തുള്ള സൂറത്ത് അങ്ങനെ ഓതിയിട്ട് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അങ്ങനെ ബച്ചോതിരല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ല ഫത്താറൻ തയ്യാറാ മുആദ് സ്വഹാബിയോട് കേൾക്കണേ നിസ്കാരത്തിലെ ദീർഘായപ്പാ നീ ഫിത്ന കിടാറാണെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എത്ര വലിയ കാരുണ്യമുള്ള ഇങ്ങനത്തെ നേതാവ് ഫിത്ന കിടാറാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ അങ്ങനെ ദുആയും അങ്ങനെ സാമൂഹിക ദുആ 5 മിനിറ്റ് എന്ത് ദുആക്കണേ 10 മിനിറ്റ് എന്തൊക്കെ സംശയമാണ് അത്രമേ ദുആക്കണേ സാമൂഹിക നിങ്ങളെല്ലാം ദപ്പാട്ടി വെച്ചിട്ട് ഇവിടെ ഒരു കണക്ക് ദുആക്ക് നമുക്ക് தெரியாത്തതുകൊണ്ടൊന്നുമല്ല ദുആക്ക് എത്ര വേണം ദുആത്തെ കിതാബ് കൊണ്ട് കൊണ്ടു വെച്ചിട്ട് കാണാപാടിനെ അതിലും ദുആക്കാം അങ്ങനെ ദുആക്ക് ഓതിറാ 5 മിനിറ്റ് ദുആക്കാം 10 മിനിറ്റ് ദുആക്കാം സാമൂഹിക അതേ സമയത്ത് ഞാൻ ഒറ്റക്ക് പോയെങ്ക
ഒറ്റക്ക് പോയി 5 മിനിറ്റ് ഓർക്കാതെ കുറിച്ചതില്ല. ഒറ്റക്ക് വെച്ചിട്ട് 2 ഓർക്കണം. ആൾമാർ കൂടിയാൽ ആരെയും ബുദ്ധിമുട്ടാക്കുന്നില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവിടെ വെച്ചിട്ട് എന്തെല്ലാം ടൈമിടെ പോയിക്ക് അത് സാമൂഹികമായിട്ടുള്ള കാര്യത്തിൽ നല്ല മതമാണ്. എന്തേ ഈ കൂട്ടത്തിൽ മൂക്ക് നമ്പറുള്ള ആൾമാരുള്ളാറ്, കണ്ണു നമ്പറുള്ള ആൾമാരുള്ളാറ്, ആ നമ്പറുള്ള ഇതെല്ലാം അള്ളാഹുണ്ട്. സാമൂഹികമായിട്ട് വെച്ചപ്പോ രോഗികളുള്ള ശരിയാക്കണോ തീർത്ത് ഇത് ഈ രോഗത്തെ വെച്ചുള്ള കരകണ്ടവരുണ്ട്. അങ്ങനെ ദുവാർക്കുമ്പോ ചിലപ്പോൾ ചെട്ടു കൊടുക്കണോ ദുവാദിപ്പാട്ടുകളുമ്പോൾ അങ്ങനെ ആക്കുന്നില്ല. ഇസ്ലാം ചെന്നിട്ട് വസത്താണ്. ഇതാണ് ഇസ്ലാം, മധ്യമ നിലപാടുള്ള ധർമ്മമാണ്. അപ്പൊ ഞാൻ ചെന്ന് ഇയാൾ അങ്ങനെ നിസ്കരിക്കുമ്പോ ഓതിയിട്ട് ഫൈന തദ്ഹബൂൻ അവിടെ എത്തി. ഫൈന തദ്ഹബൂൻ. അപ്പൊ ഈ ബാക്കിലുള്ള ആൾമാരെല്ലാം പോയിട്ടായിട്ട് നിസ്കരിച്ചിട്ട് മുഫാറക്കത്ര നിയത്ത് വെച്ചിട്ട് ഞാൻ ഇമാമിന്റെ കൂട്ടരായിട്ട് നിയത്ത് വെച്ച് അങ്ങ് പോയിട്ടാറ്. അപ്പൊ ഒരാൾ ബാക്കിയ ഫൈന തദ്ഹബൂൻ അതിനർത്ഥം നീ എവിടെ പോണ്ടാറ്. അപ്പൊ ഇയാൾ ചെറുതോളൂ ബാക്കിലുള്ള അമ്മാന ഇലൽ ബൈത്ത് നാളത്തെ വേണ്ടില്ല ഇവിടെ കുറെ ആൾമാർ പോയിട്ടാറ്. അങ്ങോട്ട് പോയില്ലെന്നൊക്കെ ഒത്തില്ല. ഇബ്നു ജൗസിയുടെ കിതാബിൽ ചെന്നെങ്കിൽ സംഭവമാണ്. എന്ത് നീട്ടിയപ്പോ ആയില്ലേ. അപ്പൊ അങ്ങനെ ഉണ്ട് അവസ്ഥ. അപ്പൊ ഞാനോട് 2 സൂറത്തോതിലേക്ക് ചെന്ന് അപ്പൊ ഒരാളെ സംശയം ഉണ്ടോണ്ടായെങ്കിൽ അതിനെ സഡൻ അങ്ങ് തീർക്കരുത്. ചില ആൾമാർ അങ്ങനെ, ചില ആൾമാർ 1 വർഷത്തിന് പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചോണ്ട് ഇങ്ങനെ കേൾക്കണോ. അപ്പൊ ഓർക്ക് സംശയം തന്നെ 1 വർഷത്തിന് മുന്നോളൂ ഇന്താണ് വന്നിട്ട് കേൾക്കണം. 1 വർഷം ഒരു മോമിന്റെ വരയ്ക്ക് ഇല്ലാത്ത ഒരു തുറമത്ത് വെച്ചിട്ട് നല്ല കൽബിൽ നടന്ന് ഇതെല്ലാം വേണം. എത്ര നല്ല കൽബന്റെ വെടക്കായി ഈ ഓർഗൻ പോയിട്ട് വിഷയം മൊത്തത്തിൽ ആ വിഷയം നാളോടെ ഒരാളെ വിഷയം ചൊല്ലു മൊത്തത്തിൽ വിഷയം എങ്ങനെയാണ്. അപ്പൊ ഞാൻ 2 വർഷത്ത് കൊണ്ട് ഞാൻ വിചാരിച്ചോണ്ടല്ലേ ഇത് കേൾക്കണോ കേൾക്കണിപ്പ 2 വർഷം എന്റെ മനസ്സ് വെടക്കായിട്ട് എനിക്ക് അങ്ങനെ ആവണോ അല്ല. നക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായെങ്കിൽ നിങ്ങളെ കൊണ്ട വന്ന് അത് ക്ലിയർ ആക്കാം. എന്റെ കള്ളു ക്ലിയർ ആയി ഇനി നക്ക് പറഞ്ഞു ആയില്ലെങ്കിൽ ഒരാളെ കടത്താം പോയിട്ട് ഇങ്ങനെ സമസ്യ ഉണ്ടോ അത് കേട്ട് ക്ലിയർ ആക്കി വെറുതെ കൊണ്ട് എന്റെ കള്ളു കൊടുക്കാവട്ടെ. തെറ്റിദ്ധാരണ ഒരിക്കലും പാടില്ല. ഇത് വല്ലാത്തൊരു വിഷയം. എല്ലാത്തിലും അങ്ങനെയാണ്. ധർമ്മത്തോടു കൂടെ ഇപ്പോ മുത്താലിമീൻ കളക്ഷൻ ആക്കുന്നത് ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ കളക്ഷൻ എഴുതിയിരിക്കാറുണ്ട്. അവിടെ ഇഫ്താറിന്റെ പൈസ കളക്ഷൻ ആക്കിയിരിക്കുന്നു. അപ്പൊ അതെല്ലാം പലപ്പോഴും നല്ല ടീം വന്നിട്ടാണ്. അപ്പോ 10 ഒരാൾ വന്നിട്ട് ഒരാളൊരു സംശയം എന്ത് ഒരാൾ 3000 തന്നെ ഈ കേസ് കിട്ടി 3000. പിന്നെ തെളിഞ്ഞ നേരം നോക്കുമ്പോ ഇന്നലെ ബാബാചാരം ഇന്നലെ സുമാർ പൈസ കിട്ടി, ഇന്നലെ 4000 രൂപ അത് ഈ കേസ് കിട്ടി. അപ്പൊ അങ്ങനെ ഓരോ കീസേക്ക് പൈസ ഇടുന്നത് കാണുമ്പോ ദൂരത്ത് വന്നവനോർത്ത് വിചാരിക്കലേ ഈ പള്ളിയിൽ നല്ല ബംഗാൾ പോയി നല്ല പൈസ തെറ്റിദ്ധാരണ. അങ്ങനെ സൈക്കിൾ ആവാണ്ട് നയത്ത് പോയിട്ട് ഉച്ചക്കെടുത്ത് റമദാനിൽ ഒരു 3 ലക്ഷം കിട്ടിയുള്ള 3 ലക്ഷം നിങ്ങമേ ലാസ്റ്റ് ചന്ദ്രാറിന്റെ ഈ കീസിൽ കിട്ടിയത് എത്രയായിട്ട് കോടി വേണാവും ലോഡാക്കി പോകണാവും എന്നാളാവും. അപ്പൊ ഇത് തെറ്റിദ്ധാരണ അത് എത്ര പൈസ അത് മുതാലിമീങ്ങളുടെ ഡ്രസ്സിന്റെ പൈസ പറയാനുള്ള ചില ആൾമാർ ഇഫ്താറുകളുടെ പൈസ നിങ്ങൾ കൊടുക്കുള്ളൂ. കമ്മിറ്റി ഞങ്ങൾ കണ്ടോട്ടില്ല നിങ്ങൾ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ വേറെന്തോ പൈസ മുമ്പത്തെ അക്കൗണ്ടിലൊക്കെ പൈസ ഉണ്ടോ. അപ്പൊ തെറ്റിദ്ധാരണ ചെന്നെങ്കിൽ അതിൽ അപ്പൊ ഞാൻ ചോദിച്ച തെറ്റിദ്ധാരണ ഒരു ഉക്കറും ഒരാളെ വയ്ക്കാൻ പാടില്ല. ഞാൻ ഇടയ്ക്ക് ചെന്ന് ചെയ്യുന്നല്ലേ ഇയാൾ ഇഫാദ ക്ലാസ് എടുത്തിട്ട് വരുമ്പോൾ വർഷത്ത് 1000 ആൾമാർ ചുരുക്കിയിട്ട് കേൾക്കുക അവരുടെ അഭിപ്രായമാണ്. കണ്ടോട്ടി കേട്ട് തന്നെ. അപ്പൊ 1000 ആൾമാർ അങ്ങനെ നിങ്ങൾക്ക് 100 രൂപ വെച്ച് കൊടുത്ത് പൈസ എത്ര ചെല്ലല്ല എത്ര പൈസ പിന്നെ പൈസ അകത്തിയോണ്ടാ അതിക്ക് ഒരാളത്തെ കൂട്ടിയിട്ട് 50,000 ആൾമാർ പഠിച്ചോളം ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലേ 50,000 ആൾമാർ കേൾക്കുമ്പോൾ 100 രൂപ പൈസ എത്ര എത്ര വലിയ കോടീശ്വരന്മാരുണ്ട ആ പൈസ കേട്ടില്ല. അല്ലെങ്കിലും ഞാൻ പിന്നെ കോടീശ്വരന് ഒരു തൊന്തരയില്ല ഒരു പ്രയാസമില്ല. അപ്പൊ ഇങ്ങനത്തെ പൈസ ഇത് തെറ്റിദ്ധാരണ ചൊല്ലേ പലപ്പോഴും പലേ വക്ക ഞാൻ ക്ലാസ്സിൽ പോയി പൈസ എടുക്കലേ ഇല്ല. പൈസ എടുക്കില്ല എത്ര നല്ല നല്ലൊട്ടി ഒരു ജിഹാദാണ്. ഞങ്ങൾ പൈസ എടുക്കാണ്ട് ക്ലാസ് എടുത്തിട്ട് പറയുമ്പോൾ എന്തൊരു കൊസി വന്നുണ്ടാവും എന്തൊരു സന്തോഷമാണ്. അതിനർത്ഥം പൈസ എടുക്കുന്ന പോകുന്നുണ്ടല്ല അങ്ങ് ചെമ്മ പൈസ കൊടുക്കണം. അവൻ 5,000 രൂപ 10,000 കൊടുക്കണം അല്ലേ നമുക്ക് വലിയ കൊസിയെ ഈ അടുത്ത് അസുഖത്തോട് ഞാൻ പോയിട്ടില്ല റമദാൻ പ്രവാസമാണ്. അപ്പോ ഒത്താക്കിട്ട് പൈസ ഞാൻ വേണ്ടത് അതിന് കൂട്ടയില്ല അസുഖത്തല്ല. അങ്ങനെ പോയി നോക്കുമ്പോ എന്നിട്ട് പൈസ യാറോ. അപ്പൊ ഞാനത് പാതി പൈസ അയാൾ കിടത്തിയ ഫോണാക്കിട്ട് യാക്കെ കളിച്ച് ഇത് കേട്ടു വേണ്ടെന്നല്ലേ. അപ്പൊ ഞാൻ ചെന്ന് ഞാൻ വേണ്ടാൻ്റെ വെച്ചിട്ട് നിങ്ങൾ എത്ര പൈസ നിനക്ക് തന്നുള്ളൂ. അയാൾ നല്ല മനസ്സ് വലിയ മനസ്സാണ് വിശാല മനസ്സ്. അത് ഇക്കട്ട് നീ കൈപ്പോയി ചെന്നിട്ടാകുമ്പോ അയാൾ അവരുടെ എത്തിക്കണം നല്ല മതിക്കാൻ നല്ലതാണ്. ഈ പൈസ വെറുതെ എന്ത് തെറ്റിദ്ധരിക്കണോ വെറുതെ ചെല്ലേ 1000 ആൾമാർ ക്ലാസ് കേട്ടെങ്കിൽ അയാളുടെ നിങ്ങൾക്ക് എത്ര ഇൻകം പോവാ അങ്ങനത്തെ ഒരു ഇൻകം അകത്തിയോണ്ട അങ്ങനത്തെ ഒരു ഇൻകം വേണം. അങ്ങനത്തെ ഒരു ഇൻകം വെച്ചിട്ട് ഇന്ന് 1 വർഷം 1 നാളത്തെ വേറെ പോയത്. അപ്പൊ ഈ തെറ്റിദ്ധാരണ ഒരിക്കലും പാടില്ല. ഒരാളിലൊട്ടി എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടായത് ആ സമയത്ത് അയാളെ വിട്ട പോയിട്ട് അത് ക്ലീൻ ആക്കണോണ്ട് പടിപ്പാട്ടിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചും കടിക്കല് പാട്ടിയ 2 സൂറത്ത് ഓതും 1
രണ്ടാമത്തത് നോമ്പ് പിടിച്ച ഒരുപാട് അതെന്തേ അത് ഇതിന് കാരണം ചൊല്ലാണ്ട് എനിക്ക് മുട്ടെങ്കിൽ എനിക്ക് തലവെച്ചായിട്ട് അത് എന്തിനായിട്ട് ഇപ്പം തീർന്നു. അപ്പം നോമ്പ് പിടിച്ച ഒരുപാട് എന്തേ അത് നല്ല വെള്ളിയായി സ്വന്തം നോക്കണോ நான் அவத்திக்கு நோக்கி சுண்ணத் நோக்கு நான் நல்ல பாலக்காரല്ല ഇപ്പോൾ സുന്നത്ത് നോമ്പ് പിടിച്ചോണ്ടിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു മാപ്പിള ഉത്തരവുണ്ടായെങ്കിൽ ഭർത്താവിന് സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പ് പിടിക്കോതിരാ അറഫ നോമ്പ് പിടിക്കാം അത് വർഷത്ത് തുറക്ക വേണ്ടത് മുഹറം ഒരു 2 വർഷത്തിലുണ്ടാ പോയിട്ട് അത് വർഷത്ത് തുറക്ക വേണ്ടത് അതല്ല എപ്പോ നോക്കിയ സുന്നത്ത് നോമ്പോള അപ്പൊ അവിടെ സമസ്യ പരിഹാരം. മൂന്നാമത്തത് സുബൈക്ക് ലേറ്റായിട്ട് എണീക്കരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചൊന്ന നൈറ്റ് ഡ്യൂട്ടി ആൾമാർ ജാബ് സറാഖ ಬಂದು ಹೊರಗಿಟ್ಟು ನಿಸ್ಕಾರ ಇದರರ್ಥ എനിക്കൊക്കെ ലേറ്റാവില്ല ഏറ്റവും നിസ്കരിച്ചിരിക്കും സമസ്യ ബന്നക്കത് ഓതുമ്പോ ചിരിക്കുക വന്ന് ഇവിടെ മാപ്പിള പെണ്ണായി കലാട്ടെ ഒരാളെ ഒന്നും തീരുമാനം എനിക്കൊരു പ്രയാസമേ ഇല്ല. ഞാൻ ഈ സംഭവം എന്തെങ്കിലും ചെന്നത് ഇങ്ങനത്തെ സമസ്യകളിലൂടെ എടുത്ത് വന്നിട്ട് അവിടെ തീർത്ത് പിന്നെ ഒരു അക്ഷര പെണ്ണായിരൊട്ടി ഇതിലെ വെക്കൊണ്ടില്ലേ നിൽക്കന്റെ ഭാഷയില്ലേ രണ്ടൊട്ടി കേട്ടറിങ് എന്താവത്ത് എന്തെങ്കിലും അവിടെ സമസ്യ എടുത്തോണ്ട് പോയാൽ ചെന്നിട്ട് തലാഖ് വിഷയത്തിലുള്ള പീത്തവിടെ സഹാബത്തെ മനസ്സ് ചെന്നെങ്കിൽ അത് സമസ്യ ഉണ്ട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഈ മാപ്പിള പിന്നെ ഇതിന്റെ പേരിൽ പെണ്ണായിട്ട് അടിച്ചില്ല പിന്നെ മരിക്കുന്നതോടെ ഇതിനെ ചൊന്നോണ്ട് വെച്ചില്ല. അത് കാണും ഹുലുക്കൊണ്ടുണ്ട് അത് വെറുമ്പോഴാണ് മൊമിനാവുന്നത്. ആ ഹുലുക്കാണ് നാളെ മീസാന്റെ തട്ടും നല്ല തിന്നമുള്ള സന്തർമാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. അർഹമർറാഹിമീനായ റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലാക്കണം റഹ്മാനെ. അർഹമർറാഹിമീനായ റബ്ബേ നിന്റെ പള്ളിയിൽ പരിശുദ്ധ റമളാനിൽ സുബഹിക്ക് ശേഷം നാം കേട്ട ഇൽമു നീ നാഫിയാക്കണം റഹ്മാനെ. ഉപകാരമുള്ള ഇൽമാക്കണം റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബിനെ നീ ചികിത്സയാക്കണം റഹ്മാനെ. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ ഭാര്യ മക്കളെയും നീ നന്നാക്കണം റഹ്മാനെ. ഈ സദസ്സിൽ ഇതുവരെ കേട്ട മോമിനീയങ്ങൾ ഈ സദസ്സിൽ വന്നവർ ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചവർ മുഴുവൻ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും നീ ഇഷ്ടപ്പെട്ട ഇബാദത്തുകളിൽ പെടുത്തി തരണം റഹ്മാൻ. റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാൻ. അവസാനം കലിമ ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി തരണം റഹ്മാൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.